ചേച്ചിയാണ്. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ ഹോളിനകത്തുണ്ടോ? ഫസ്റ്റില് കുറച്ചാളുകളുണ്ടോ? ഓക്കെ, കാണാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പറയുന്നത് പ്രോഗ്രാമൊക്കെ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ആദ്യം തന്നെ നല്ലൊരു ആദരവോട് കൂടിയിട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. വളരെ സന്തോഷം. സാധാരണ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ആദരവ് കിട്ടാറുള്ളത്. നല്ലതാണോ അല്ലേ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ അത് കൊടുക്കാൻ. ഇത് ആദ്യം തന്നെ ആദരവ് കിട്ടി, വളരെ സന്തോഷം. എന്തായാലും അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ഒരു സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബയോട്ടോറിയം. എല്ലാവരും ബയോട്ടോറിയം അസോസിയേറ്റ് അല്ലേ? പുതിയ ആളുകളൊന്നും ഇല്ലല്ലോ. ആദ്യമായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളില്ലല്ലോ. സത്യത്തിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ബയോട്ടോറിയത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇന്നത്തെ പ്രോഗ്രാം ഒരു ഇമോഷണൽ പ്രോഗ്രാമാണ്. ഇമോഷണൽ പ്രോഗ്രാം അല്ല, ഒരു ഇന്റലക്ച്വൽ പ്രോഗ്രാമാണ്. നമുക്ക് വലിയ ആവേശം തരുന്ന, വളരെ എന്താ പറയുക, എനർജറ്റിക് ആക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് നമ്മൾ പുതിയ പ്രോഡക്റ്റുമായി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു 1.5 മണിക്കൂറോളം സെഷൻ ഉണ്ടായിരിക്കും. പല ഭാഗങ്ങളും മാറും ബോറനായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരും. അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കണം. അപ്പോഴല്ലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മോർ പവർ വളരെ ഇത്രത്തോളം കൃത്യതയോടുകൂടി ജനങ്ങളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ആവാനാണ് സാധ്യത. മോർ പവറിനെ കുറിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ റൂമുകളിലൂടെ മാത്രമാണ് കൊടുക്കുന്നത്. ഫിസിക്കൽ ട്രെയിനിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കുറെ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റഡി ചെയ്ത് ഇതിന്റെ കിട്ടാവുന്നിടത്തോളം വിവരങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2-3 സൂമുകൾ നമ്മൾ ചെയ്തു, ഫിസിക്കൽ മീറ്റിങ്ങുകൾ ചെയ്തു. 2 ദിവസം മുമ്പ് കോട്ടയത്ത് ഉണ്ടായിരുന്നു. ഹെവി ക്രൗഡായിരുന്നു. 120ഓളം വ്യക്തികളാണ് അന്നത്തെ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തത്. ഇന്ന് കോഴിക്കോട്, നാളത്തെ കഴിഞ്ഞ മറ്റന്നാൾ പാലക്കാട് ഈ പ്രോഗ്രാമുണ്ട്. ഈ മോർ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഇതിന്റെ വ്യത്യസ്തത എന്താണ്? ഈ പ്രോഡക്റ്റ് നമ്മളൊക്കെ യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ. നമുക്ക് ഈ ബയോട്ടോറിയത്തിന്റെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള എത്ര ആളുകൾ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി അതിന്റെ അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് വലിയൊരു ജനകീയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ബയോട്ടോറിയത്തിന്റെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾക്ക് കിട്ടിയ ജനസ്വീകാര്യതയെ പോലെ തന്നെ ഒരു പക്ഷെ അതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ് മോർ പവർ എന്ന് പറയുന്നത്. എന്നെങ്കിൽ നിലവിൽ നമ്മളുണ്ടാക്കിയ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആ ട്രെൻഡിനെ കൂടുതൽ ഉദ്ദീപിപ്പിക്കാനും കൂടുതൽ പവർഫുൾ ആക്കാനും കൂടുതൽ എഫക്റ്റീവ് ആക്കാനും മോർ ബിസിനസ് എടുക്കാനും കഴിവുള്ള ഒരു പ്രോഡക്റ്റാണ്. 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് മോർ പവർ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബയോട്ടോറിയത്തിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മുടെ ഈ കാൽവെപ്പ്. ഇതൊരു സെഗ്മെന്റാണ്. ബയോട്ടോറിയത്തിന് കഴിഞ്ഞ 16 വർഷമായിട്ട് പറയാനുള്ള ചരിത്രം എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ മാത്രമാണ്. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ കമ്പനി പിന്നെ സൈബർമാൻ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വന്നു. അതുപോലെ തന്നെ EV സ്കൂട്ടിയുടെ മേഖലയിലേക്ക് വന്നു. അതുപോലെ ആൽക്കലൈൻ വാട്ടറിന്റെ മേഖലയിലേക്ക് വന്നു. ഇങ്ങനെ വ്യത്യസ്തമായ സെഗ്മെന്റിലേക്ക് നമ്മുടെ കമ്പനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 13-14 സെഗ്മെന്റിലേക്ക് നമ്മുടെ കമ്പനി വരും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട എല്ലാ പ്രോഡക്റ്റുകളും അതിൽ കുറെ സർവീസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അതിന് കഴിവുള്ള ഒരു കമ്പനിയായിട്ട് ഇന്ന് ബയോട്ടോറിയം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു അവസരത്തിനകത്തേക്ക് വന്ന ആളുകളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം നാളുകളിൽ നമ്മുടെ സമൂഹം മുഴുവനും, നമ്മുടെ സൊസൈറ്റി മുഴുവനും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായിക്കോട്ടെ സർവീസുകളായിക്കോട്ടെ അതിന്റെ ഒരു പ്രൊവൈഡറായിട്ട് ആര് മാറും? ബയോട്ടോറിയം മാറും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ചാമ്പ്യൻഷിപ്പ് എനിക്കും നിങ്ങൾക്കുമായിരിക്കും, ഉറപ്പായിട്ടും ആണല്ലോ. അപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ വരും, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന സെഗ്മെന്റ്. ഇങ്ങനെ ഒരു വേർഡ് ആദ്യമായിട്ടായിരിക്കും പല ആളുകളും കേൾക്കുന്നത്. ആണോ? ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. എനിക്കറിയാതെ. ഫാർമസ്യൂട്ടിക്കൽ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ശരീരത്തിന് പോഷകം കൊടുക്കാനും ആരോഗ്യം കൊടുക്കാനും രോഗങ്ങളെ ഇല്ലാതേക്കാനും പ്രതിരോധം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ കെമിക്കൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അതിന്റെ സോഴ്സ് എന്താണ്? കെമിക്കൽ സോഴ്സ് ആണ്, കെമിക്കൽ കോമ്പൗണ്ടുകൾ. മനസ്സിലായോ? ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടില്ല, രോഗം മാറാൻ, വരാതിരിക്കാൻ, പോഷകം കൊടുക്കാൻ ഇതൊക്കെ അത് ഉപകരിക്കും. സോഴ്സ് എന്താണ്? കെമിക്കൽ സോഴ്സ് ആണ്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് ന്യൂട്രാസ്യൂട്ടിക്കൽ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ? ആരോഗ്യ സംരക്ഷണം, പ്രതിരോധം, രോഗനിവാരണം, ഇങ്ങനെ തുടങ്ങുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും അത് ഉപകരിക്കുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സംവിധാനം, ഇങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനം, ചെടികൾ, കായ്കൾ, അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഹെർബ്സുകൾ, ഇതിൽ നിന്നെടുക്കുന്ന ഇതേ ബെനിഫിറ്റിന് വേണ്ടി നാച്ചുറൽ ആയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഈ വിഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ, ഒന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. രണ്ടിന്റെ ഉപയോഗം ഏറെക്കുറെ ഒന്നാണ്. ഒന്ന് കെമിക്കലാണ്, ഒന്ന് നാച്ചുറൽ ആണ്. കെമിക്കൽ ആണോ നാച്ചുറൽ ആണോ നമ്മുടെ ബോഡിക്ക് ഹിതം? നാച്ചുറൽ ആണ്. എന്തുകൊണ്ട്? നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടുകൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എന്തുണ്ടാക്കും? ഗുണമുണ്ടാക്കുന്നത് കൂടെ തന്നെ എന്തുണ്ടാക്കും? ദോഷങ്ങളും ഒരുപാട് ഉണ്ടാക്കും എന്നുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്രത്യേകത. ഇത് ദോഷരഹിതമാണ്, കോൺട്രാ ഇൻഡിക്കേഷനുകൾ ഇല്ലാത്തതാണ്, നാച്ചുറൽ സോഴ്സ് എന്നാണ് എടുക്കുന്നത്. ഇതിൽ ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തില് ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് ഒരു വലിയ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സത്യം എന്ന് പറയുന്നത്. 10 വർഷക്കാലം ഫാർമസ്യൂട്ടിക്കലിലും 12 വർഷക്കാലം ന്യൂട്രാസ്യൂട്ടിക്കലിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ക്ലാപ്പിന് എന്തോ ഒരു കുറവുള്ള പോലെ. ചില ആളുകൾക്ക് പിടിച്ചിട്ടാണ് തോന്നുന്നു അല്ലേ? ഇവൻ 10 കൊല്ലം 12 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാം എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടായിരിക്കും. ഒരു സാധു മനുഷ്യൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ 2 കൊല്ലമായിട്ട് 2 കൊല്ലം 3 മാസമായിട്ട് ബയോട്ടോറിയം സജീവമായി ചെയ്തു വരുന്നുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ വളരെയധികം ആകാംക്ഷ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിയ വ്യക്തിയാണ് ഞാൻ. കുറെ ആളുകൾ ഉണ്ടായിരിക്കും. കാര്യം എന്താണെങ്കിൽ എന്റെ 12 കൊല്ലം ഈ മേഖലയിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മേഖലയ്ക്ക് നമ്മുടെ കമ്പനി കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആരായിരിക്കും? ഞാനടങ്ങുന്ന കുറച്ച് ആളുകളായിരിക്കും. കാര്യം വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കമ്പനി അങ്ങനെ ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ നല്ല വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സാഗർ ജോലി സാർ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൈബർമാൻ, അതിന്റെ പ്രത്യേകത അറിയാലോ, അങ്ങനെ വേറെ പകരം വെക്കാനില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആൽക്കലൈൻ മിഷൻ ആയിക്കോട്ടെ, വിത്തൗട്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ആൽക്കലൈൻ വാട്ടർ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു സംരംഭമാണത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ എപ്പോഴും നിലനിർത്താൻ അതിനുള്ള കഴിവുള്ള പരിജ്ഞാനമുള്ള വ്യക്തിയാണ് സാഗർ ജോഷി സാർ. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനും അതിൻ്റെതായ എന്തുണ്ടായിരിക്കും? ആ ഒരു പ്രത്യേകതകൾ മുഴുവനായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ ഈ പ്രോഡക്റ്റ് വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. 12 കൊല്ലം പ്രവർത്തിച്ചു. 2016 എനിക്ക് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയും ഗവൺമെന്റ് ഓഫ് കേരള നടത്തിയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്, അത് എങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത്, അതിന്റെ നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയുന്ന അവരുടെ ഒരു ട്രെയിനിങ്, ഗവൺമെന്റ് ഓഫ് കേരള ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സർട്ടിഫൈഡ് ട്രെയിനറാണ് കേരള ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരത്തിന് വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടി വരും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില വേർഡുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാത്ത ചില ബൊട്ടാണിക്കൽ നെയിംസുകൾ ഉണ്ടായിരിക്കും, ചില ടെക്നിക്കൽ വേർഡുകളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് അതിന്റെ മലയാളം ഒന്ന് എഴുതി വെക്കണം. പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഒരു മടി കരുതരുത്. കാര്യം എന്താണെങ്കിൽ ഇതൊരു മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. MBBS 2 മണിക്കൂർ കൊണ്ട് പഠിക്കണം തന്നെ നടക്കുമോ? ഇല്ല. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ, അനാട്ടമി, ഫിസിയോളജി, നമ്മുടെ ശരീരശാസ്ത്രം, കുറേ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് തീരെ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതിൽ ഒരു മടിയും കരുതരുത് എന്നർത്ഥം. അപ്പോൾ ഈ കാര്യം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരീരത്തിന് രോഗനിവാരകമോ പ്രതിരോധകമോ ആരോഗ്യ സംരക്ഷണകമോ ആയിട്ടുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന
പോഷകങ്ങളെയാണ്, പ്രകൃതിദത്തമായ പോഷകങ്ങളെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് മോർ പവർ. ക്ലിയർ? അതിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം. മോർ പവർ എന്താണ്? ഈ മോർ പവർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് കണ്ടുപിടിച്ചത്, ഇതിന്റെ കോമ്പിനേഷൻ, ഇതിന്റെ ചേരുവകൾ കൂട്ടി ഒരു സാധനത്തിനെ മോർ പവർ ആക്കി പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് പ്രൊഫസർ വിനയ് ഹിബാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, അതുപോലെ തന്നെ പ്രൊഫസർ ആണ്, ബയോടെക്നോളജിസ്റ്റ് ആണ്, റിസർച്ചർ ആണ്. അങ്ങനെ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇതിന്റെ കോമ്പിനേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹസാർഡിന്റെ സർട്ടിഫിക്കറ്റ് HACCP എന്ന് പറയും. അത് നമ്മുടെ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായ അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസിയാണ് അവരുടെ സർട്ടിഫിക്കറ്റ്. അതുപോലെ 100% നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്. അതുപോലെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ 100% വെജിറ്റേറിയൻ കോഷർ സർട്ടിഫിക്കറ്റ്, 100% ആയുർവേദിക്, GMO ഫ്രീ. GMO എന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിതക മാറ്റം വരുത്താത്ത ഇൻഗ്രീഡിയന്റുകൾ, ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്, ഹലാൽ സർട്ടിഫിക്കറ്റ്, നോൺ ടോക്സിക് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നേടിയെടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മോർ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എന്ന് പറയുന്നെങ്കിൽ ഇതെല്ലാം നേടിയെടുത്ത് കഴിഞ്ഞു എന്നർത്ഥം. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് മോർ ഹെൽത്ത് കെയർ ബാംഗ്ലൂർ, മാർക്കറ്റ് ചെയ്യുന്നത് ഈ ബയോട്ടോറിയം. ക്ലിയർ? മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഈ ബയോട്ടോറിയം. ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. 2.5 ലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ ഒരു കമ്പനി, ഈ മോർ പവറിന്റെ കമ്പനി 100% നമ്മുടെ ബയോട്ടോറിയത്തിലേക്ക് മെർജ് ചെയ്തു. ക്ലിയർ? ഇനി ഇത് ബയോട്ടോറിയത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് പോലും വാങ്ങിക്കാൻ കിട്ടൂല. ലോകത്തിൽ ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമാണ്? ബയോട്ടോറിയത്തിന് മാത്രമാണ്. വളരെ വളരെ പ്രിവിലേജ് ഉള്ള ഒരു പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ വലിയ ടേൺ ഓവറിലേക്കാണ് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് പോകുന്നത്. മനസ്സിലാക്കുക, വലിയ ടേൺ ഓവറിലേക്ക് ഈ പ്രോഡക്റ്റ് പോകും. നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ്, ഇപ്പോൾ മാട്രസ് പാഡ്, ഈ കാര്യങ്ങളൊക്കെ ഒരാൾ വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഇത് വാങ്ങിക്കാൻ എത്ര കാലം എടുക്കും? ആ വ്യക്തി വാങ്ങിക്കാൻ അപ്പൊ അതിന് കുറച്ച് പ്രയാസമുണ്ട്. പുതിയ ആളുകളിലേക്ക് വരും. അതിന്റെ ഒരു കച്ചവടം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്കിപ്പോൾ ആളുകൾ വാങ്ങിച്ചെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം ആളുകളെ വാങ്ങിച്ചിട്ടുള്ളൂ, 4 കോടി ജനങ്ങളുണ്ട്. അതുകൊണ്ട് കച്ചവട സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു സാധ്യത കുറച്ച് കുറവുണ്ട്. കച്ചവടം നടക്കും. നമ്മളിപ്പോൾ ഇപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ്. ഒരു ക്ലാപ്പ് കൊടുക്കും. കാരണം നമ്മുടെ യൂണിറ്റ്, നമ്മൾ പഠിപ്പിക്കുന്ന രീതി, ഇതൊക്കെ അതിൽ ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ കച്ചവടം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. മോർ പവറിന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇത് ഇൻടേക്ക് പ്രൊഡക്റ്റാണ്, ഉള്ളിലേക്ക് കഴിക്കേണ്ടതാണ്. 2 ഗ്രാമേ കഴിക്കട്ടുള്ളൂ. 2 ഗ്രാം വെച്ച് 2 നേരം 4 ഗ്രാമേ ദിവസം കഴിക്കേണ്ടത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇത് കഴിയും. 300 ഗ്രാമിന്റെ ഡപ്പയാണെങ്കിൽ 4 ഗ്രാം വെച്ച് കഴിഞ്ഞാൽ കഴിയുമല്ലോ. കഴിയും. ഗുണം കിട്ടിയ ആളാണെങ്കിൽ ഇത് വാങ്ങിക്കൂലേ? ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാങ്ങിക്കൂലേ? അപ്പോൾ അവിടെ എന്ത് നടക്കും? പർച്ചേസ് നടക്കും. അപ്പോൾ വീണ്ടും കച്ചവടം നടക്കും. PV കയറുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഫാമിലി ബോണസ് അടിക്കും. ഫാമിലി ബോണസ് അടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? രാവിലെ ഫാമിലി ബോണസ് അടിക്കുമ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടായിരുന്നു? പറയൂ. സന്തോഷം വരും, പിന്നെ എനർജി ഉണ്ടാവും, പിന്നെ മോർ പവർ ഉണ്ടായിരിക്കും. വീണ്ടും ഫാമിലി ബോണസ് അടിക്കാനുള്ള ഒരു ഉത്തേജനൊക്കെ വരും. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ്, ഇത് കുറെ ആളുകളുടെ ഒരു ഡൗട്ടാണ്. അതായത് ഈ ബയോട്ടോറിയം ഹിബാറേസ് മോർ പവർ ഈസ് ക്ലിനിക്കലി ടെസ്റ്റഡ്. ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണോ? ഇത് ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ആളുകൾക്ക് ഉണ്ടായിരിക്കും. ഇത് വലിയ കുറേ വർഷങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത് കാണുമ്പോൾ ആളുകൾക്ക് പേടി തോന്നും. ഇതിലെന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നൊരു പേടി തോന്നും. വേറെ വിഷം കഴിക്കാൻ ഒരു പേടിയില്ല. അപ്പൊ മനസ്സിലാക്കുക, ദിസ് പ്രോഡക്റ്റ് ഹാസ് ബീൻ ക്ലിനിക്കലി ടെസ്റ്റഡ് ബൈ NABL accredited laboratory. NABL accredited laboratory എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NABL മീൻസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉൽപ്പന്നത്തിനകത്ത് കെമിക്കൽ സോഴ്സുകളോ സ്റ്റിറോയിഡ്സുകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ അനാബോളിക് സ്റ്റിറോയിഡുകൾ ഇങ്ങനെയുള്ള ഘടകങ്ങളൊന്നും ചേർന്നിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ലാബോറട്ടറി. ഓരോ ബാച്ചും എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചായിട്ടുള്ളത് ഉണ്ടാക്കുന്നു. ഓരോ ബാച്ചും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ റേഞ്ചിലുള്ള ലാബോറട്ടറീസ് അത്
സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ആ ലബോറട്ടറിയുടെ ലൈസൻസ് തന്നെ ഇല്ലാതെ. അതുകൊണ്ട് വെറുതെ ലൈസൻസ് കൊടുക്കൂല എന്നർത്ഥം. കാശ് കൊടുത്താൽ ലൈസൻസ് കൊടുക്കില്ല. ടെസ്റ്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് ആ ലബോറട്ടറി സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു ഉൽപ്പന്നത്തിന് ഇതുപോലെ എന്ന് പറഞ്ഞെങ്കിൽ ആയുർവേദ സിദ്ധ യുനാനി ഈ റേഞ്ചിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ പരമോന്നതമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആയുഷാണ്. യെസ്, ആയുഷ് നമുക്കൊക്കെ അറിയാം. നമ്മുടെ പ്രോഡക്റ്റിന് ആയുഷ് കൊറോണ യോധ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാഗ്നറ്റിക് പ്രോഡക്റ്റിന്. അപ്പൊ ആയുഷാണ് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. ആ ആയുഷിന്റെ സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റാണ് മോർപവർ. ആയുഷ് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ് മോർപവർ എന്ന് പറയുന്നത്. അതായത് ഈ ബയോട്ടോറി മോർപവർ സേഫ്, ഈ ബയോട്ടോറി മോർപവർ ഹാസ് ആയുഷ് മന്ത്രാലയ സർട്ടിഫൈഡ് പ്രോഡക്റ്റ്. ഇത് GMPയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതുള്ള കമ്പനി. ഇവിടെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ആയുർവേദ സിദ്ധ യുനാനി. ഇത് നമുക്ക് അറിയുന്ന പാരമ്പര്യവും പൈതൃകവുമായിട്ടുള്ള ചികിത്സാ ശാസ്ത്രങ്ങളാണ്. സ്വർണ്ണോ 5000-ലധികം എഴുതി വെക്കപ്പെട്ട പാരമ്പര്യവും അതിനു മുമ്പ് വാമൊഴിയായിട്ടുള്ള പാരമ്പര്യവുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ തനതായ പൈതൃകമാണ് എന്ത് ആയുർവേദം എന്ന് പറയുന്നത്. ആണോ? ആയുർവേദം ആയുസിന്റെ വേദം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികൾ, മൂലികകൾ, വേരുകൾ ഇതിൽ നിന്നൊക്കെ അതിന്റെ ഔഷധ ഗുണങ്ങളെ വേർതിരിച്ചെടുത്ത് ശരീരത്തിന് സൗഖ്യം കൊടുക്കുക, ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ആയുർവേദ സിദ്ധ യുനാനിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. മോർപവറിലുള്ള ഒരു കെമിക്കൽ സോഴ്സുകളോ മറ്റുള്ള ഒരു ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഇത് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഇത് നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് മോർപവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് നമ്മൾ എന്തിനു വേണ്ടി കഴിക്കണം, ഭക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്? പറയൂ. രാവിലെ നമ്മൾ പുട്ടടിക്കും, ഇഡലി കടല, പിന്നെ ഇഡലി കഴിക്കും, ദോശ കഴിക്കും. ആണോ? രാവിലെ എന്താ കഴിക്കുന്നത്? പറയൂ. പുട്ട്. നമുക്ക് ഇഷ്ടം പുട്ടാണ്. പുട്ട്, ദോശ, പിന്നെ ഉപ്മാവ്. ക്ലാസ് ഇത്തിരി കേൾക്കും, അതിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പൊ പൊറോട്ട കഴിക്കും രാവിലെ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് കഴിക്കുന്നത് അത് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എനർജി കിട്ടുന്നു. നമ്മൾ പറയാറില്ലേ ഈ സമീകൃത ആഹാരം കഴിക്കണം എന്ന് പറയാറുണ്ട്, ഉണ്ടോ? ആ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അങ്ങനെ തുടങ്ങുന്ന എല്ലാ സാധനങ്ങളും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ കിട്ടുന്നതിനെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഇന്നത്തെ ആഹാരം സമീകൃതമാണോ? അല്ല. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏത് ഘടകമാണ് എന്ന് പറയാൻ പറ്റും? കെമിക്കൽസ് ഇല്ല, കാർബോഹൈഡ്രേറ്റ് അല്ലെ, അന്നജം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആവശ്യമാണെങ്കിൽ പോലും എക്സസ് ആയാൽ ദോഷമല്ലേ? ആണ്. അമൃത് അധികമായാലും വിഷം എന്ന് പറയുന്ന പോലെ അധികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് എക്സസ് ആയി ചെയ്ത് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ക്ലിയർ? അതൊന്ന് വായിക്കാൻ പറ്റുമോ? ആ മുകളിലുള്ളത് ഉറക്കം വായിക്കും. പോരാ പോരാ, വായനയുടെ അളവ് പോരാ, അതൊന്ന് ഉറക്കം വായിക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ നല്ലതാണോ? ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് അധികരിച്ച് ചെല്ലുന്നുണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്കൂ, ചെല്ലുന്നുണ്ടോ? ഉറപ്പായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ഈ ഫാറ്റ് അസിഡിക് ഡ്രിങ്ക്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ എന്ന് പറയും. സ്പ്രൈറ്റ്, മിറിണ്ട, പെപ്സി, കോള ഇതുപോലുള്ള സോഡ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ അസിഡിക് ഡ്രിങ്ക്സുകളാണ്. അത് നമ്മുടെ ബോഡിയുടെ ബാലൻസിനൊക്കെ ആകെ പ്രശ്നത്തിലാക്കും. അപ്പൊ അത് കൊളസ്ട്രോളുള്ള കൂടുതൽ ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ് പറയ വേണ്ട, ഷുഗർ, സാൾട്ട്, കെമിക്കൽസ്, റിഫൈൻഡ് പ്രോഡക്റ്റുകൾ, പിന്നെ മീറ്റ്, അനിമൽ പ്രോഡക്ട്സ്, കഫീൻ, മെഡിക്കേഷൻ അല്ല മെഡിക്കേഷൻ, മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പെസ്റ്റിസൈഡ്സുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് അധികരിച്ച് ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്തിന് കഴിക്കണം എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. ശരീരത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആയി കിടക്കുന്ന കുറവുള്ള കാര്യങ്ങളാണ് ഈ താഴെയുള്ളത്. അത് ഏതൊക്കെയാണ്? പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, മൈക്രോന്യൂട്രിയൻസ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്,
അമിനോ ആസിഡ്സ്, എൻസൈം, വാട്ടർ, ട്രേസ് എലമെന്റ്സ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്ത കുറെ വീടുകളൊക്കെ ഇതിലൂടെ പറഞ്ഞു തരുന്ന സമയത്ത് കൊല്ലാപ്പോ 100 റുപ്യയും കൊടുത്ത് ഇതിനുള്ളിൽ വന്നിട്ട് എന്ത് ട്രേസ് എലമെന്റ് ആണ് എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നതാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപൂരിത കൊഴുപ്പുകൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ പ്രശ്നമില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യം. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ ജീവകങ്ങൾ, മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ, ക്ലിയർ. ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകൾ, മൈക്രോ ന്യൂട്രിയൻസ്, വളരെ ചെറിയ ചെറിയ പാർട്ടായിട്ടുള്ള ന്യൂട്രിയൻസുകൾ. അതുപോലെ ഞാൻ പറഞ്ഞ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീന്റെ വകഭേദം, എൻസൈമുകൾ, വാട്ടർ, വെള്ളം, അതിന്റെ കളവ് കുറവുണ്ട്, ട്രേസ് എലമെന്റ്സ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്താകുന്നുണ്ട്? കുറവാണ്. ഈ കുറവുകളെ നികത്താനും എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന നേരത്തെ പറഞ്ഞ വില്ലന്മാരെ ഒഴിവാക്കാനും സഹായിക്കുന്ന ഘടകങ്ങളെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന ഗുണം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയും പോരായ്മകളെ നികത്തുകയും ചെയ്യുമ്പോൾ അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് ഒരു വെൽബീയിങ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തുലനാവസ്ഥയിലേക്ക് വരും. ന്യൂട്രീഷനുകളുടെ ബാലൻസിലേക്ക് നമ്മൾ വരും. അപ്പൊ എന്ത് നമുക്ക് കിട്ടും? ശരീരത്തിന് അത് ഗുണകരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ മോർ പവറിനകത്ത് ടോട്ടൽ ഇത് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന 5 ഘടകങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. ഒന്നായാലും വൈറ്റമിൻസ്, ഓൾ വൈറ്റമിൻസ്, ക്ലിയർ. ജീവകങ്ങൾ എന്ന് പറയും. എത്ര തരം വൈറ്റമിൻസ് ഉണ്ട്? പറയൂ, എത്ര തരം വൈറ്റമിൻസ് ഉണ്ട്? എല്ലാവരും പഠിച്ചു വന്നിരിക്കുകയാണ്. പറയൂ, എത്ര വൈറ്റമിൻസ് ഉണ്ട്? പറയൂ ഒന്ന്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, എഫ്. തെറ്റ് വരെ പറഞ്ഞോളൂ. അപ്പൊ വിട്ടുപോകില്ല. 13. കറക്റ്റ്. അതിന് പലതരം വൈറ്റമിൻസ് ഉണ്ട്. 2 തരം വൈറ്റമിൻസ് ഉണ്ട്. ഒന്ന് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസും ഒന്ന് ഓയിൽ സൊല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഓയിലിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്. ഇപ്പോൾ വൈറ്റമിൻ എ ഓയിൽ സൊല്യൂബിൾ ആണ്, വൈറ്റമിൻ ബി വാട്ടർ സൊല്യൂബിൾ ആണ്, വൈറ്റമിൻ സി വാട്ടർ സൊല്യൂബിൾ ആണ്, വൈറ്റമിൻ ഡി ഓയിൽ സൊല്യൂബിൾ ആണ്, വൈറ്റമിൻ ഇ ഓയിൽ സൊല്യൂബിൾ ആണ്, വൈറ്റമിൻ കെ ഓയിൽ സൊല്യൂബിൾ ആണ്. ഇങ്ങനെ തരം വൈറ്റമിൻസുകളുണ്ട്. ജീവകങ്ങൾ എന്ന് പറയും. ഇത് നമ്മുടെ ശരീരത്തില് വേണ്ടുന്ന അളവിൽ കൊടുക്കാൻ കഴിവുള്ളൊരു പ്രോഡക്റ്റാണ് മോർ പവർ, ക്ലിയർ. അപ്പോൾ വൈറ്റമിൻസുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം, രക്തക്കുഴലുകളിൽ പ്ലക്കുകൾ അടിഞ്ഞുകൂടാതിരിക്കാൻ ഒക്കെ തന്നെ ശരീരത്തിന് ഗുണകരമാകുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. നൈട്രിക് ഓക്സൈഡ് ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. നൈട്രിക് ഓക്സൈഡ് അറ്റാക്ക് വരാതിരിക്കാനൊക്കെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് പ്രകൃതിദത്തമായിട്ട് ഇതിനകത്ത് ചേരുന്നുണ്ട്. അപ്പൊ അത് എന്തിനു ഉപകരിക്കും? ഹൃദയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ. അതായത് നമുക്ക് 2-3 തരം ഏജുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയും. ക്രോണോളജിക്കൽ ഏജ് പറഞ്ഞാൽ നമ്മുടെ ജനന തീയതിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഏജ്, ക്ലിയർ. മറ്റൊന്നുള്ളത് ഫിസിയോളജിക്കൽ ഏജ് എന്ന് പറയും. ഫിസിയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള നമ്മുടെ പെർഫോമൻസിന്റെ ഏജ്, സെല്ലുകൾ, ടിഷ്യൂസ്, ഓർഗാൻസ്, അതിന്റെ പെർഫോമൻസ്, അതിന്റെ ഒരു ഏജ്, ക്ലിയർ. അങ്ങനെ ഒരു ഏജ് ഉണ്ട്. വേറെ ആർട്ടേറിയൽ ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ട്. ആർട്ടറികൾക്ക് അഥവാ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന ഏജ്. ചില ആളുകൾക്ക് 30 വയസ്സേ ഉണ്ടായിരിക്കുള്ളൂ. ആർട്ടേറിയൽ ഏജ് 60 ആയിട്ടുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? അറ്റാക്ക് വരാനും പ്രശ്നങ്ങൾ വരാനും ഒക്കെയുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. ക്രോണോളജിക്കൽ ഏജ് എത്രയാണ്? 30 അല്ലെങ്കിൽ 20. ആർട്ടേറിയൽ ഏജ് 60. അങ്ങനെ വരുന്ന സമയത്ത് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. ചില ആളുകൾക്ക് 60 വയസ്സായിട്ടുണ്ടായിരിക്കും, ആർട്ടേറിയൽ ഏജ് 20 ആയിരിക്കും. അവരെപ്പോഴും അവരുടെ ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല, അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കില്ല, നല്ല ആരോഗ്യവാന്മാരായിരിക്കും. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആർട്ടേറിയൽ ഏജിനെ അതിനെ വർദ്ധിപ്പിക്കാൻ ഉള്ള ചാൻസിനെ ഇല്ലാതേക്കും, ക്ലിയർ. ആർട്ടേറിയൽ ഏജ് കൂട്ടൂല, അതാണ് എൻ്റെ മലയാളം. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ആ ഘടകത്തിനകത്തുണ്ട്. പിന്നെ മിനറൽസ് അഥവാ ധാതുക്കൾ. നമ്മൾ പറയല്ലേ ധാതുപുഷ്ടി ഉണ്ടാകണമെന്നൊക്കെ പറയാറില്ലേ? ധാതുക്കൾ എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയിലുള്ള ഒരുപാട് ഘടകങ്ങൾ ധാതുക്കളായിട്ട്, അയൺ, സിങ്ക്, അതുപോലെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ.
ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതൊക്കെ ധാതുക്കളിലാണ് വരുന്നത്. ആ ധാതു സമ്പുഷ്ടമാണ് മോർ പവർ. ക്ലിയർ? പിന്നെ ഒന്നുള്ളത് ആന്റി ഓക്സിഡന്റുകളാണ്. ആന്റി ഓക്സിഡന്റുകൾ എന്താണ് എന്നുള്ളത്, കാരണം നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം എന്താ ആന്റി ഓക്സിഡന്റ് എന്നുള്ളത്. വേൾഡിലെ ബെസ്റ്റ് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് മോർ പവർ. ഞാൻ പഠിച്ചെടുത്തോളാം. കാരണം ഞാൻ പറഞ്ഞില്ല, 12 കൊല്ലം ഞാൻ ഇതിൽ പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസും അതിന്റെ ഗുണങ്ങളും പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് ഞാൻ എന്താണെന്ന് പറയാം. ആൽക്കലോയിഡ്സുകളാണ്. ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷാര നൈട്രജൻ ആറ്റം കൂടിച്ചേർന്നിട്ടുള്ള ജൈവ ഘടകങ്ങളെയാണ് അങ്ങനെയാണ് അതിന്റെ മലയാളം. അതാണ് ഈ ആൽക്കലോയിഡ്സുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ആൽക്കലോയിഡ്സിന്റെ ഗുണം നമ്മുടെ ശരീരത്തിലെ വേദനകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ആന്റി ഇൻഫ്ലാമേറ്ററി എഫക്റ്റ് ആണ്. ഇൻഫ്ലാമേഷൻ ഇല്ലാതാക്കാൻ സഹായിക്കും. ആന്റി ക്യാൻസർ ആണ്. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെയുള്ള കുറെ ഗുണം. ആന്റി ഡയബറ്റിക് ആണ്. പ്രമേഹത്തിനെ അത് വർദ്ധിപ്പിക്കാതിരിക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള സവിശേഷത എന്തിനുണ്ട്? ആൽക്കലോയിഡ്സുകൾക്കുണ്ട്. ഇങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള ആൽക്കലോയിഡ്സുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മോർ പവർ ഇതാണ് മോർ പവർ. ഈ സാധനങ്ങളൊക്കെ പാടെ ഗുണം കിട്ടുന്ന ഒരു മൊത്തത്തിലുള്ള കാര്യമാണ് മോർ പവർ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി എങ്ങനെയാണ് ഡാമേജ് ആകുന്നത്? ഡാമേജ് ഫ്രം ഇൻസൈഡ് ദ ബോഡി. ഉള്ളിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരം ഡാമേജ് ആകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്. ക്ലിയർ? അൺലിമിറ്റഡ് യൂസ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ് ഇൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. കറക്റ്റ് ആണോ? ഇന്ന് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതിലുള്ള പെസ്റ്റിസൈഡുകളും കെമിക്കലുകളെയും ഒഴിവാക്കാൻ കഴിയുമോ? നമ്മൾ കോളിഫ്ലവർ വാങ്ങുന്നു, മുറിക്കുന്നു, പൊരിക്കുന്നു, കഴിക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓരോ പദാർത്ഥങ്ങളിലുമുള്ള പെസ്റ്റിസൈഡ്, കെമിക്കൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നു. കെമിക്കൽ പദാർത്ഥങ്ങളെ നമ്മുടെ ശരീരം പലപ്പോഴും പുറന്തള്ളാതെ അത് ലിവറിനകത്ത് അത് ഡിപ്പോസിറ്റ് ചെയ്യുകയും ലിവർ ഡാമേജ് ആക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ പൊല്യൂട്ടഡ് വാട്ടർ, ശുദ്ധമല്ലാത്ത വെള്ളം, എക്സിസ്റ്റൻസ് ഓഫ് മൈക്രോപ്ലാസ്റ്റിക് ഇൻ അവർ ഡെയിലി ഫുഡ്. ഇതൊരു വലിയ ഡേഞ്ചർ ആട്ടോ. ഒരു 4 ദിവസം മുമ്പ് മാതൃഭൂമി, ഓൺലൈൻ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടു എന്ന് എനിക്കറിയില്ല. അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പില്ലേ, കല്ലുപ്പായിക്കോട്ടെ പൊടിയുപ്പായിക്കോട്ടെ, ഈ ഉപ്പിലും പഞ്ചസാരയിലുമാണ് ഏറ്റവും കൂടുതൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ഘടകങ്ങളിലൂടെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പഞ്ചസാരയൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ എത്ര കഴിക്കുക അറിയില്ല. ഉപ്പിന് പിന്നെ ഒരു പരിധിയുണ്ട്. ഉപ്പ് നന്നായിട്ട് കഴിക്കും. വെരി ഗുഡ്. കുഴപ്പമാണോ? ടീച്ചർ കഴിക്കുന്നു എന്നല്ല, ചില ആളുകൾ കഴിക്കുന്നു. ഉപ്പില്ല എന്ന് പറയും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം തന്നെ, നമ്മുടെ ജീവിതത്തിലെ ഈ അധികരിച്ച പഞ്ചസാരയുടെ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണോ, ആദ്യം നിങ്ങൾ ഉപേക്ഷിക്കേണ്ട 2 വെളുത്ത പദാർത്ഥങ്ങൾ, ഒന്ന് ഉപ്പും ഒന്ന് പഞ്ചസാര, റിഫൈൻഡ് സോൾട്ട് ആൻഡ് റിഫൈൻഡ് ഷുഗർ. അതിനെക്കുറിച്ച് 1 മണിക്കൂർ എൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉപ്പും പഞ്ചസാരയും നിങ്ങൾ കഴിക്കണം. മൈദൊക്കെ ഉണ്ടാവും. ഇതാണ് വലിയ വില്ലെന്ന് പറയും. പിന്നെ ഇതിന് പകരം എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ആ പഠനം തന്നെ പറയുന്നുണ്ട്, റോക്ക് സാൾട്ട് കേട്ടിട്ടുണ്ടോ? റോക്ക് സാൾട്ട് ഏത് ഇപ്പൊ വരുന്ന കല്ലുപ്പല്ല, ഉപ്പുപാറ പൊടിച്ച് വരുന്ന പിങ്ക് സാൾട്ട്. 1 കിലോയ്ക്ക് ഒരു 100 ചില്ല രൂപയെ കൊടുക്കണ്ടോ? 10 റുപ്യക്ക് ഉപ്പ് കിട്ടുമ്പോ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനമൊക്കെ പഠിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ പിങ്ക് സാൾട്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു 100 ചില്ല രൂപയാണ് 1 കിലോ ഉപ്പിന്റെ വില. എന്റെ ഭാര്യ ഈ പാക്കറ്റ് കണ്ടിട്ട് 100 ചില്ല രൂപയ്ക്ക് ഉപ്പ് വാങ്ങിക്കൊടുത്ത മഹാനെ എന്ന് നോക്കി. 10 രൂപയ്ക്ക് ഉപ്പ് കിട്ടുന്നിടത്താണ് 100 രൂപയ്ക്ക് ഉപ്പ് കൊടുക്കുന്നത്. ഇവരെ പൊട്ടന്നല്ലാതെ എന്താ വിളിക്കുക എന്നാണ് എന്റെ വൈഫിന്റെ മനസ്സിലുണ്ടായത്. പറഞ്ഞു മനസ്സിലാക്കാൻ ലേശം പാടുണ്ട്. ഇവരൊക്കെ സങ്കല്പം 10 റുപ്യക്കേ ഉപ്പ് കഴിക്കാവൂ എന്നുള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് ചെറുതൊന്നല്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ എത്രയോ പൈസ പല കാര്യങ്ങൾക്ക് ചെലവാക്കുന്നുണ്ട്. ഉപ്പിന് മാത്രം 10 റുപ്യക്ക് വാങ്ങുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഉപ്പ് പിങ്ക് സാൾട്ട് വാങ്ങിക്കുക, റോക്ക് സാൾട്ട് വാങ്ങിക്കുക. നമ്മുടെ ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര നല്ലൊരു സാധനം വേറില്ല. ഇപ്പോഴുള്ള റിഫൈൻഡ് സോൾട്ട് 2 വാങ്ങിക്കരുത്. കല്ലുപ്പും വാങ്ങിക്കരുത്, പൊടിയുപ്പും വാങ്ങിക്കരുത്. പഞ്ചസാര പരമാവധി ഒഴിവാക്കുക. ഓർഗാനിക് ജാഗിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. ലേശം വില കൂടുതലാണ്, പക്ഷെ നൗഷാദ് സാറിനൊക്കെ അറിയാൻ പറ്റുമായിരുന്നു അല്ലേ? നൗഷാദ് സാറേ
കിട്ടാനുണ്ട്. അത് ഉപയോഗിക്കുക. ഈ റിഫൈൻഡ് ഷുഗറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം ഈ സാധനം. അപ്പൊ അത് ഉപേക്ഷിക്കാം. മാത്രമല്ല ഇത് കൂടെ പ്ലാസ്റ്റിക് കൂടി തരുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യും ഈ സാധനേ വിഷം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷം വരാം. അതിന്റെ കൂടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഫ്രീ. മനുഷ്യന് ക്യാൻസർ വരെ എങ്ങോട്ടെങ്കിലും പോകണം അല്ലേ ജീവൻ സാറേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോ ഇതൊക്കെ വലിയ ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളണ്ടേ? അതിനാണ് ഇത് കഴിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ഫുഡിൽ ആർ ഡാമേജിങ് അവർ ബോഡീസ് ഫ്രം ഇൻസൈഡ്. നമ്മുടെ ഉള്ളിൽ ആന്തരിക അവയവങ്ങളൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് പോകും. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ, ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. എന്ത് ചെയ്യണം? ആ ലൈഫ് സ്റ്റൈൽ മാറ്റണം. റെഡിയാണോ? ലൈഫ് സ്റ്റൈൽ മാറ്റണം. റെഡിയാണോ? എന്ത് നല്ല കുട്ടികൾ എല്ലാവരും യെസ് പറഞ്ഞു. വല്ല ഇതൊന്ന് പ്രായോഗിക തലത്തിൽ ആക്കി നോക്കണം കേട്ടോ. പഞ്ചസാരൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടൊക്കെ ഒന്ന് ത്യാഗം ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും. ഞാനങ്ങനെ ത്യാഗം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ കപ്പ് ചായ ഞാൻ കുടിക്കില്ല, പഞ്ചസാര ഇട്ട ചായ ഞാൻ കുടിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുശീലങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കതിന്റെ ഗുണങ്ങളുണ്ട്. ഇത് എവിടെ കിട്ടിയാലും ഫ്രീ ആണെങ്കിൽ പിന്നെ ചാടി വിടും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ കഴിയില്ല, നമ്മളത് ശീലിച്ചു പോയി. ഓക്കെ. അവോയ്ഡ് പെസ്റ്റിസൈഡ്. പെസ്റ്റിസൈഡിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കൺട്രോളിലല്ല സാധനം. ആണോ? അല്ല. പിന്നെ പൊല്യൂഷൻ ഒരു രക്ഷയില്ല, അനുഭവിച്ചേ പറ്റൂ. ബാഡ് ഹാബിറ്റ്സുകൾ അത് തീരെ പറ്റൂല. ബാഡ് ഹാബിറ്റ്സുകൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ അതിൽ കൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് ഈസ് പോസിബിൾ? നോ, ആബ്സല്യൂട്ട്ലി നോട്ട്. നമുക്കത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ എന്താ സൊല്യൂഷൻ? ഈ ബയോട്ടോറിയം ഹിബാറസ് മോർ പവർ ഈസ് ബെറ്റർ protective shield for the human body organs and 11 body system. 11 ബോഡി സിസ്റ്റത്തെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീൽഡ് ആയിട്ട് ബയോട്ടോറിയം നമ്മുടെ മോർ പവർ ശരീരത്തിന് ഗുണം ചെയ്യുന്നു. മനസ്സിലായോ? ബിക്കോസ് ഈ ബയോട്ടോറിയം ഹിബാറസ് മോർ പവർ ഈസ് വേൾഡ് ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ്. ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് മോർ പവർ എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് നമ്മൾ പറയാൻ പോകുന്ന കുറെ വേർഡുകൾ നിങ്ങൾ എഴുതി വെക്കണം. ഒരു തവണ ഞാൻ അതിന് അർത്ഥം പറഞ്ഞു തരുള്ളൂ. നല്ല കുട്ടികളായിട്ട് ആ വേർഡ് അതിന്റെ അർത്ഥം എഴുതുക. പിന്നെ ഞാൻ വേർഡ് മാത്രമേ പറയുള്ളൂ. ക്ലിയർ? ഓരോ തവണയും അർത്ഥം പറയാൻ നമുക്ക് സമയമില്ല. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മലയാളം നിരോക്സീകാരികൾ എന്നാണ്. എന്താണ്? നിരോക്സീകാരികൾ എന്നാണ് അതിന്റെ മലയാളം. ഡയറി കൊടുത്ത ആളുകൾക്കൊക്കെ എഴുതാം. മോർ പവർ കച്ചവടം ചെയ്യാൻ പോണ സമയത്ത് ആളുകൾ പല ചോദ്യം ചോദിക്കും അല്ലേ? ഉത്തരം കൊടുക്കാൻ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മോർ പവർ കച്ചവടം നടക്കുമോ? കച്ചവടം നടക്കില്ല. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഓക്കെ. വേൾഡിലെ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി ഹെർബൽ മെഡിക്കേഷൻ വിത്ത് യൂണിക് ഫോർമുലേഷൻ ഓഫ് 36+ ingredients and use of micro clustering technology. മൈക്രോ ക്ലസ്റ്ററിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി 36-ലധികം വരുന്ന ചേരുവകളെ ഉപയോഗപ്പെടുത്തി ആയുർവേദ, സിദ്ധ, യുനാനി കോമ്പിനേഷൻ ആണ് ഈ മോർ പവർ എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഇനി ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന വേർഡ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മലയാളം പരിഭാഷ നമ്മൾ എഴുതി വെച്ചു. എന്തായിരുന്നു മലയാളം? നിരോക്സീകാരികൾ. അപ്പൊ ഓക്സീകാരികൾ എന്താണ്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്സീകരണം മൂലം സംഭവിക്കുന്ന ഡാമേജ്, അതാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്സീകരണം നമ്മുടെ ശരീരവുമായി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആണോ? ഓക്സിജനുമായി സമ്പർക്കത്തിലുണ്ടാകുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ഡാമേജുകൾ, അതുപോലെ നമ്മുടെ ശരീരത്തിനും ഓക്സിജൻ സമ്പർക്കം മൂലം ഡാമേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓക്സീകരണം മൂലം സെല്ലുകൾക്ക് വരുന്ന പല പ്രയാസങ്ങളും അല്ലെങ്കിൽ പല ദോഷങ്ങളുമുണ്ട്. ഇതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നം സെല്ലുകളിൽ ഉണ്ടാകുന്ന ഘടനയിൽ മാറ്റങ്ങൾ വരും. ഈ ഓക്സിഡേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. സെല്ലുകളുടെ ഘടനയ്ക്ക് മാറ്റങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ ഒരു സെല്ലിന് അതിന്റെ ധർമ്മം ചെയ്യാൻ കഴിയാതെ വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിരോക്സീകാരികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് മുമ്പ് നമുക്ക് ഓക്സീകരണം സംഭവിക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര റാഡിക്കൽസുകളാണ്. അതായത് നമ്മുടെ സെല്ലുകളിൽ ഇലക്ട്രോണുകൾ പെയറുകളായിട്ടാണ് നിലനിൽക്കുന്നത്, ജോഡികളായിട്ടാണ് നിലനിൽക്കുന്നത്. മോളെത്രയൊക്കെ പഠിക്കുന്നത്? പഠനം കഴിഞ്ഞോ? ഡിഗ്രി കഴിഞ്ഞു? അറിയില്ല. സെല്ലുകൾ ഘടനയൊക്കെ അറിയോ? മൈറ്റോകോൺട്രിയ അറിയോ?
പേടിച്ചല്ലേ? അപ്പൊ നമ്മുടെ സെല്ലുകളില് ഇലക്ട്രോണുകൾ എങ്ങനെ നിൽക്കുന്നത്? പെയറുകളായിട്ടാണ്, ജോഡികളായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ഓക്സിഡേഷൻ കാരണം ഈ ഇലക്ട്രോണുകൾ അവിടുന്ന് പോകും. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. ക്ലിയർ? ചാടിപ്പോകും. കുറച്ചുകൂടി വെളുപ്പുണ്ടല്ലോ പറയാം. ചാടിപ്പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ സെല്ലിന് അതിന്റെ ഘടന മാറും. ആണോ? ഇത് പെയറുകളായി നിൽക്കുമ്പോഴേ സെല്ലിന് ധർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. മാറിപ്പോയിട്ടുള്ള സെല്ല്, ഒറ്റപ്പെട്ട സെല്ല് വേറെ സെല്ലുകളിൽ പോയി ഇടിച്ചു കയറാൻ ശ്രമിക്കും. അങ്ങനെ അതിന്റെ ഘടനയെ മാറ്റും. ഇതാണ് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് സെൽ ഡാമേജിന് കാരണമാക്കും. സെല്ലുകൾ ഡാമേജ് ആയാൽ, അതിന്റെ ഘടന മാറിയാൽ ധർമ്മം ചെയ്യാതെ വരികയും അത് ഒരു പക്ഷെ നമുക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യും. സ്വന്തം ധർമ്മം ചെയ്യൂല, വേറെ അധാർമികത പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് കൊണ്ടുവരുന്ന ഡാമേജ് എന്ന് പറയുന്നത്. എന്നാൽ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നിരോക്സികാരികൾ, ഇത് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സുകളിലൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരാള് അസുഖമൊക്കെ വന്നിട്ട് കിടപ്പിലാകുന്ന സമയത്ത് നമ്മൾ അവരെ കാണാൻ പോകുന്ന സമയത്ത് ഒരു സാധനമായിട്ട് പോകും. ഏതാണത്? ആ ഒരാളിങ്ങനെ പനിച്ച് കിടക്കാണ്, 15 ദിവസമായിട്ട് പനി മാറിയിട്ടില്ല, ചിക്കൻ ബിരിയാണി ആയിട്ട് പോവാം, മട്ടൻ ബിരിയാണിയും ഒരു സ്പ്രിന്റും കൊണ്ടേ കൊടുക്കാം എന്നാരെങ്കിലും ചിന്തിക്കോ? എന്താ കാരണം? അത് കൊടുത്താൽ ഡാമേജ് കൂടും. പൈസയുടെ പ്രശ്നമല്ല, ഡാമേജ് കൂടും. ഒരാളും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കൊണ്ടേ കൊടുക്കില്ല വെയ്യാതെ കിടക്കുന്ന ഒരാൾക്ക്. എന്ത് കൊണ്ടേ കൊടുക്കും സാറേ? പറയൂ. ഫ്രൂട്ട്സ് കൊണ്ടെടുക്കും. ആണോ? ഫ്രൂട്ട്സിൽ എന്തൊക്കെ കൊണ്ടുകൊടുക്കും? തണ്ണിമത്തം കൊണ്ടുപോകില്ല. തണ്ണിമത്തൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും, ചെറുതും നോക്കി. ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകും. ഇതിനകത്തൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റ്. കാരണം എന്താണെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാള് പറ്റുമെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിലൂടെ ധാരാളം ആന്റി ഓക്സിഡന്റ് കിട്ടുമ്പോൾ റിക്കവറിക്കുള്ള ചാൻസ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കി കൊടുക്കും. മുന്തിരി നമ്മൾ കഴിക്കുന്നു. മുന്തിരിയിലെ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ള ഘടകം ഏതാണെന്നറിയോ? അതിന്റെ കുരു. നമ്മൾ എന്ത് ചെയ്യും? മുന്തിരി കുരുവിലാണ് ഏറ്റവും ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് കിടക്കുന്നത്. നമ്മൾ മുന്തിരി തിന്നും, എന്നിട്ട് കുരു തുപ്പിക്കളയും. അപ്പൊ ആന്റി ഓക്സിഡന്റുകൾ ചെയ്യുന്ന ധർമ്മം, ഈ നിരോക്സികാരികൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സെല്ലുകളിലേക്ക് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. ക്ലിയർ? ഇലക്ട്രോൺ സപ്ലൈ ചെയ്യും. കണത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ ഇലക്ട്രോണുകൾ എവിടെയൊക്കെ പുറകോട്ട് അവിടെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? സെല്ലുകൾ ഹെൽത്തി ആവും. കിട്ടിയപ്പോ ഹെൽത്തി ആയി മാറും. അതിന്റെ ധർമ്മം ചെയ്യാൻ തുടങ്ങും. ഓർഗൻസ് അതിന്റെ ധർമ്മം ചെയ്യാൻ തുടങ്ങും. സിസ്റ്റങ്ങൾ അതിന്റെ ധർമ്മം ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ 11 സിസ്റ്റങ്ങൾ അഥവാ വ്യൂഹങ്ങൾ, വ്യവസ്ഥകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര? മേജർ സിസ്റ്റങ്ങൾ. ഇതെല്ലാം പെർഫെക്റ്റ് ആകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനാണ് ഹെൽത്തി ബോഡി എന്ന് പറയുന്നത്. ആണോ? അതിനാണ് ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത്. 11 സിസ്റ്റങ്ങളെയും പ്രോപ്പറാക്കി നിർത്താൻ സഹായിക്കുന്ന ഘടകം ആണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അത് ധാരാളമുള്ള വേൾഡിലെ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് മോർപോർ എന്ന് പറയുന്നത്. ഇന്ത്യയിലല്ല കേട്ടോ. അപ്പോൾ ഈ സാധനം കഴിക്കണോ? കോരി തിന്നരുത്. 2 ഗ്രാമേ ചിലല്ലേ അത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അവിടെ 2 സ്പൂണൊക്കെ കഴിക്കാം. പണി ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ ആദ്യം കഴിച്ചാലുള്ള ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാറേ 2 ഗ്രാമേ കഴിക്കാവൂ. 2 ഗ്രാം വെച്ച് 2 നേരം കഴിക്കാം. അത് മതി, സഫീഷ്യന്റ് ആണ്. അത് മതി. മോർപോർ ഓൾറെഡി യൂസ് ചെയ്യുന്ന എത്ര ആളുകൾ ഈ ഓൾനകത്ത് ഇരിക്കുന്നുണ്ട്? ധാരാളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അപ്പൊ ആന്റി ഓക്സിഡന്റ് എന്താണെന്ന് മനസ്സിലായോ? ഇനി ഞാൻ ആന്റി ഓക്സിഡന്റിനെ പറയുള്ളൂ, ഇങ്ങനെ വിശദീകരിക്കാൻ നിൽക്കൂല. പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഫൈറ്റോ സയൻസ് ഇത് ഉപയോഗപ്പെടുത്തിയാണ് ഇതിന്റെ നിർമ്മാണം. സാധാരണ ഒരു ആയുർവേദ ലേഹ്യം വിരകുന്നത് പോലെ ഉണ്ടാക്കുന്നതല്ല എന്നർത്ഥം. ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് 2 ഗ്രാം കഴിക്കണം എന്ന് പറഞ്ഞു. പിടികിട്ടുന്നതാണ്. അല്ലെങ്കിൽ 2 സ്പൂൺ കഴിച്ചോളാൻ പറയും. അങ്ങനെയാണല്ലോ. അപ്പൊ ചവനപ്രാശൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അശ്വഗന്ധ രസായനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ 3 സ്പൂണൊക്കെ കഴിക്കാം. ഇത് 2 ഗ്രാമേ കഴിക്കാവൂ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തി അതിന്റെ മോളിക്കുലാർ ലെവലിൽ അതിന്റെ എന്താ പറയാ അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് വളരെ ചെറിയ അളവില് കഴിക്കാവൂ എന്ന് പറയാനുള്ള കാരണം. ഭാഷ പിടിച്ചിട്ട് അധികം കഴിക്കരുത്. ഇൻട്രൊഡ്യൂസിങ് ഹിമാലയസ് മോർ പവർ റെഗുലർ. 2 കാറ്റഗറിയിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി ഇറക്കുന്നത്. ഒന്ന് റെഗുലർ, ക്ലിയർ? ഒന്ന് റെഗുലർ, മറ്റൊന്ന് പ്രീമിയം.
2 റെഗുലറിലെ ഒരു 35 ഇൻഗ്രീഡിയന്റുകൾ ഉണ്ട്. പ്രീമിയത്തിൽ അഡീഷണൽ ആയിട്ട് 8 ഇൻഗ്രീഡിയന്റ് ചേരുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ക്ലിയർ? റെഗുലറിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അത് പോരാ, പ്രീമിയം ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് 2 സൈസ് ബെഡില്ലേ, ബെഡില്ലേ, 3 സൈസ് ഇല്ലേ. അപ്പൊ അതേപോലെ കുറച്ച് കൂടുതലൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി റോയൽ ആവാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയം ഉപയോഗിക്കാം. ചില കാറ്റഗറി ആളുകൾക്കും പ്രീമിയം വേണ്ടി വരും. കാരണം അവരുടെ ഹെൽത്തിന്റെ ഇഷ്യൂസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള നോക്കിയിട്ട്. നമ്മുടെ ബോഡി ഓർഗൻസ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗം ഒന്ന് പഠിക്കാം. 11 സിസ്റ്റങ്ങൾ ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഇൻഡുഗമെന്ററി എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇൻഡുഗമെന്ററി തന്നെ നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണ്. സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, ഒരു പൊതുധർമ്മത്തിന് വേണ്ടി ഒന്നിൽ കൂടുതൽ അവയവങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്നതിനെയാണ് വ്യവസ്ഥകൾ അഥവാ സിസ്റ്റങ്ങൾ അഥവാ വ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? വ്യവസ്ഥകൾ അഥവാ സിസ്റ്റങ്ങൾ അഥവാ വ്യൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൊതുധർമ്മത്തിന് വേണ്ടി ഒന്നിലധികം അവയവങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്നതിനെയാണ് സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യൂഹം എന്ന് പറയുന്നത് ഒരു അവയവം നടത്തുന്നതാണോ? അല്ല. അത് എവിടുന്ന് തുടങ്ങുന്നു? വായിൽ നിന്ന് തുടങ്ങുന്നു. നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സലൈവറി ഗ്ലാൻഡ്സ് ആക്റ്റീവ് ആകുന്നു. അവിടെ മുതൽ പണി തുടങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്ടം, അങ്ങനെ ഇങ്ങനെ വരുന്ന ഒരുപാട് ഓർഗാൻസ് ഉണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സസറി ഓർഗാൻസ് എന്ന് പറയുന്ന ലിവർ, അതുപോലെ തന്നെ പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി, നമ്മുടെ ഗാൾ ബ്ലാഡർ, പിത്തസഞ്ചി, ഇതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ദഹനത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണല്ലോ? ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ദഹനം നടക്കുന്നത്. കറക്റ്റ് ആണോ? ഒരവയവം മാത്രം. ഇതേപോലെ ഈ 11 സിസ്റ്റങ്ങളും ഒരുപാട് അവയവങ്ങൾ കൂടി ചേർന്ന് ഓരോ ധർമ്മത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഇൻഡുഗമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ വ്യവസ്ഥ, ത്വക്കിന്റെ വ്യവസ്ഥ. ക്ലിയർ? രണ്ടാമത്തത് മസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മസിലുകളുടെ വ്യവസ്ഥ. മൂന്നാമത്തത് സ്കെലറ്റൽ, അസ്ഥിവ്യൂഹം, നമ്മുടെ ശരീരത്തിന്റെ അസ്ഥിവ്യൂഹം. കാർഡിയോവാസ്കുലർ, ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥ, കാർഡിയോവാസ്കുലർ. റെസ്പിറേറ്ററി, ശ്വസനവുമായി ബന്ധപ്പെട്ടുള്ള ശ്വസന വ്യവസ്ഥ. യൂറിനറി, മൂത്രാശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥ. അതുപോലെ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന വ്യവസ്ഥ. നെർവ്സ്, നാഡീവ്യൂഹം, നാഡീവ്യവസ്ഥ. അത് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ്, ദഹന വ്യവസ്ഥ. ലിംഫാറ്റിക്, ലസികാവ്യൂഹം. കേട്ടിട്ടുണ്ടോ? അവിടെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിച്ചു പോരുക എന്നല്ലാതെ അന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ലസികാവ്യൂഹം. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികൾ ഇല്ലേ? അങ്ങനെ ഒരു വ്യൂഹം. ഇതൊക്കെയാണ് ഈ വ്യവസ്ഥകൾ. It protects the body from more than 400 diseases by nourishing and improving the functioning of 11 physical system. 11 സിസ്റ്റങ്ങളെയും ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള 400-ലധികം വരുന്ന ഡിസീസുകളെയും പ്രതിരോധിക്കാനും ശരീരത്തിന് ആവശ്യമുള്ള നറിഷിംഗ് കൊടുക്കാനും പോഷകം കൊടുക്കാനും പര്യാപ്തമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ക്ലാപ്പ് കുറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം, കുറെ ആളുകളുടെ കയ്യിൽ പെന്നാണ്, പുസ്തകമാണ്. അപ്പൊ അത് അവിടെ വെച്ച് ക്ലാപ്പ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തൽക്കാലം ക്ലാപ്പ് ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തിൽ എത്തി കുറെ ആളുകൾ. അതൊക്കെ പിടികിട്ടും. ഓക്കെ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ മോർ പവറിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് കുറച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടോ. കാരണം നമുക്ക് കുറെ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു. ഓരോന്നും വളരെ വിശദീകരിച്ചുള്ള ടൈം നമുക്കില്ല. ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജിൻസെങ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. ജിൻസെങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും പിന്നെ ഉപയോഗിക്കുന്ന ഒരു ആരോഗ്യദായകമായിട്ടുള്ള കിഴങ്ങാണ് ജിൻസെങ് എന്ന് പറയുന്നത്. കൊറിയൻ ജിൻസെങ് ആണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിൻസെങ്. പനാസ് ജിൻസെങ്, അതുപോലെ അമേരിക്കൻ ജിൻസെങ് ഒക്കെ വേൾഡിൽ അറിയപ്പെടുന്ന ജിൻസെങ് ആണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ എനർജി ബൂസ്റ്റർ ആണ്, ഒരു നാച്ചുറൽ എനർജി സോഴ്സ് ആണ് ഈ ജിൻസെങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ജിൻസെങ്ങിന്റെ എക്സ്ട്രാക്ട് ഏതിനകത്തുണ്ട്? മോർ പവറിന് അകത്തുണ്ട്. ഈ ജിൻസെങ്ങിന് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പെട്ടെന്നുള്ള ഗുണങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ചൈനീസ് ഹെർബ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് വാരിയസ് ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ്. ശരീരത്തിൽ ഒരുപാട് ഡിസീസുകളും ഡിസോർഡറുകളെയും ഇല്ലാതാക്കാനുള്ള കഴിവുള്ള ഒരു ഹെർബാണിത്. ഇറ്റ് ഹാസ് ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്.
ഇനി ഞാൻ പറയാൻ പോകുന്ന ചില വേർഡുകളൊന്നും എഴുതി വെക്കുക, പിന്നീട് ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരില്ല, ഒരു തവണ പറഞ്ഞു തരുള്ളൂ, എഴുതി വെക്കണം. ഓക്കെ. ആന്റി ഇൻഫ്ലാമേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലാമേഷൻ ഇല്ലാതേക്കുന്നു, നീർക്കെട്ടുകൾ ഇല്ലാതേക്കുന്നു, രോഗാവസ്ഥകളുടെ തുടക്കങ്ങളെ മുഴുവനും ഇൻഫ്ലാമേഷൻ എന്നാണ് പറയുന്നത്. ഏത് രോഗത്തിന്റെയും തുടക്കദശയില്ലേ അതിന് ഇൻഫ്ലാമേഷൻ എന്നാണ് പറയുന്നത്. ഇൻഫ്ലാമേഷനുകളെ ഇല്ലാതേക്കുന്ന ഘടകങ്ങളെയാണ് ആന്റി ഇൻഫ്ലാമേറ്ററി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആന്റി ഇൻഫ്ലാമേറ്ററി. അപ്പൊ ആന്റി ഇൻഫ്ലാമേറ്ററി ഏജന്റ് ആണ് ഏത്? ജിൻസെങ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും കുറെ ഇൻഗ്രീഡിയന്റിലൊക്കെ എന്ത് വരും? ഈ ആന്റി ഇൻഫ്ലാമേറ്ററി ഇങ്ങനെ വരും. അപ്പോഴൊന്നും ഞാൻ ഇനി പറഞ്ഞു തരൂല. ദുഷ്ടം വിളിച്ചിരുത്തി കൊടുത്ത് പറഞ്ഞു തരൂല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാൻ നമുക്ക് കുറെ റിപ്പീറ്റ് ചെയ്ത് തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ക്യാൻ ഡിക്രീസ് ഫാറ്റിഗ് ആൻഡ് ഫൈറ്റ് ക്രോണിക് ഫാറ്റിഗ്. ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. എഴുതിക്കോളൂ, ക്ഷീണം, തുടർച്ചയായി ഉണ്ടാകുന്ന ക്ഷീണം. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷീണം, എന്തോ ആയിക്കോട്ടെ, ക്ഷീണത്തിനെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഇനി ഫാറ്റിഗ് എന്ന് പറയുന്ന ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും പല ഘടകങ്ങളിലും. അപ്പൊ അത് പറഞ്ഞു തരൂല. ഫാറ്റിഗ് എഴുതിയില്ലേ? ഇത് ക്യാൻ ഗിവ് യു മോർ എനർജി, കൂടുതൽ ശക്തി തരാൻ സഹായിക്കുന്നു. ഇത് ക്യാൻ ഫൈറ്റ് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞെങ്കിൽ ഉറക്കക്കുറവ് പരിഹരിക്കുന്നു. മോർമോർ കഴിച്ച് നല്ല ഉറക്കം ഉണ്ടാവും കേട്ടോ, അല്ലേ സാറേ? ഹരി സാറേ സുഖമായിട്ട് ഉറങ്ങുന്നില്ലേ? അല്ലെങ്കിൽ ഉറക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യാൻ DNA ഡാമേജ് കുറയ്ക്കാൻ സഹായിക്കുന്നു, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം. അപ്പൊ സമ്മർദ്ദം കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്നു, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ. പിന്നെ എന്നുള്ളത് ലിപ്പിഡ് മെറ്റാബോളിസം. ലിപ്പിഡ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുകൾ ആവശ്യമുണ്ട്, ഇല്ലേ? ഓയിലായിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. ഏകദേശം 950 മില്ലിഗ്രാം കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊഴുപ്പുകളുടെ അതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ട്. ഈ കൊഴുപ്പിന്റെ നിർമ്മാണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓയിൽ ബേസ്ഡ് വൈറ്റമിൻസിനൊക്കെ ലയിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ ലിപ്പിഡ്, ഈ കൊഴുപ്പുമായി ബന്ധപ്പെട്ട്, ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ നിർമ്മാണവും അതിന്റെ പ്രക്രിയകളൊക്കെ കൂടിച്ചേരുന്നതിനാണ് ലിപ്പിഡ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പൊ ലിപ്പിഡ് മെറ്റാബോളിസം നോർമലാക്കാൻ സഹായിക്കും. ക്ലിയർ ആണോ? അങ്ങനെ വരുമ്പോൾ കൊളസ്ട്രോൾ ലെവലൊക്കെ നോർമലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസിന് വളരെ നല്ലതാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടുവരുന്ന പ്രമേഹം. ഓക്കെ. ടൈപ്പ് 1 ഏതാണ്? 3 തരമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഒന്ന് ടൈപ്പ് 1 ജനറ്റിക്കാണ്, ജനിതകമായി അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും. രണ്ടാമത്തത് നമ്മുടെ കയ്യിലുള്ള കൊള്ളരുതായ്മ കൊണ്ട് ഉണ്ടാക്കും. പഞ്ചസാരയൊക്കെ ഇങ്ങനെ വല്ലാണ്ടൊക്കെ കഴിച്ച്, അതല്ലെങ്കിൽ വ്യായാമക്കുറവ്, പല പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന ഒരു പ്രമേഹമുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ മാത്രമേ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാൽ നോർമലാവും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രമേഹമുണ്ട്. അപ്പൊ അത് പ്രോബ്ലം ഇല്ല. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വളരെ നല്ലതാണ്. ഇത് can improve your fibromyalgia symptoms. ഫൈബ്രോമയാൾജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സഹായിക്കും. അതിന്റെ ആ സിസ്റ്റത്തിനെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കും. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ എല്ലാ ഭാഗത്തും വേദനിക്കാം. അങ്ങനെ ആർക്കെല്ലാം അനുഭവപ്പെട്ടുണ്ടോ? കാലിന്റെ അടിഭാഗം വേദനിക്കും, മുട്ട് വേദനിക്കും, കൈ വേദനിക്കും, ആകെ മൊത്തം വേദന. ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. ചുളു തന്നെ കുത്തുക എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തിന്റെ പെരിന്തൽമണ്ണ, അദ്ദേഹത്തിന്റെ പിന്നെ മുസ്തഫ മാഷ്, അദ്ദേഹത്തിന്റെ വൈഫിന് ഫൈബ്രോമയാൾജിയായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 1 മാസം കൊണ്ട് നോർമലായിട്ടോ. മോർമോറല്ല, നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ അതാണ് ഫൈബ്രോമയാൾജിക്കെതിരെ ഇത് പ്രവർത്തിക്കുന്നു. അതുപോലെ ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഡിപ്രഷൻ എന്ന് പറയില്ലേ, മാനസികമായ ആ ഒരു വിഷാദം കറക്റ്റാണ് എൻ്റെ മലയാളം. വിഷാദം കുറയ്ക്കാൻ സഹായിക്കുന്നു. അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മൂഡിന്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ മെനോപോസ് സിംറ്റംസ്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾക്ക്. അതിനെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇറ്റ് ക്യാൻ ഹെൽപ്പ് സെക്ഷൽ ഫങ്ഷൻ ഇൻക്ലൂഡിങ് യുവർ ലിബിഡോ. ലിബിഡോ എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി വെക്കാൻ, ഇനി ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്കായിരിക്കും.
ലിബിഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൽ ഡിസയർ, നമുക്ക് ശരീരത്തിന് ഒരു കാമചോദന എന്ന് കറക്റ്റ് മലയാളത്തിൽ പറയും. സെക്സ് ചെയ്യാനുള്ള താല്പര്യം തോന്നുന്ന അവസ്ഥയ്ക്കാണ് ഈ ലിബിഡോ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ അപ്പോൾ ആ ലിബിഡോ വർദ്ധിക്കാൻ സഹായിക്കുന്നു. ആൻഡ് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ധ്യത, പുരുഷ വന്ധ്യത സ്ത്രീ വന്ധ്യത ഏതാണെങ്കിലും രണ്ടിനും അത് സൂട്ടബിൾ ആണ്. ഇത്രയും ഗുണങ്ങൾ എന്തിനുണ്ട്? ജിൻസെങ്ങിനുണ്ട്. ഇനി എല്ലാ ഉൽപ്പന്നവും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് ആവശ്യം വരില്ല, കാരണം ഇതിലുള്ള പല ഗുണങ്ങളും എല്ലാത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ അത് സ്പീഡിൽ പറഞ്ഞു പോകും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് റോയൽ ജെല്ലി എന്ന് പറഞ്ഞെങ്കിൽ തേനീച്ചക്കൂട്ടിൽ റാണി തേനീച്ചകൾക്കും ലാർവകൾക്കും മാത്രം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇത് തേനീച്ചകളാണ് കൊണ്ടു കൊടുക്കുന്നത്, പക്ഷെ അവര് കഴിക്കില്ല. ആർക്ക് കൊടുക്കും? റാണി തേനീച്ചയ്ക്ക് കൊടുക്കും, ലാർവകൾക്ക് കൊടുക്കും. മുട്ടയിട്ടിട്ട് ലാർവകൾ ഉണ്ടായിരുന്നു, അതിന്റെ പരിരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ ഫുഡാണ്. ഈ പാവങ്ങളിതൊക്കെ ശേഖരിച്ചിട്ട് റാണി തേനീച്ചയ്ക്കും ഈറ്റയും കൊടുക്കും. ഈറ്റകൾ വേഗം മരിച്ചു പോകും, റാണി തേനീച്ച മാത്രം കുറെ കാലം ചെയ്യും. എന്ന് പറഞ്ഞെങ്കിൽ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു ഘടകമാണ് ഏത് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ആ ഒരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സ്. ശരീരത്തിന് ആവശ്യമുള്ള ഈ വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ 8 വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ ബിയിൽ മാത്രം. ഇതെല്ലാം റിച്ച് ആണ് ഇതിനകത്ത്. വൈറ്റമിൻ അതായത് തയാമിൻ, റിബോഫ്ലാവിൻ, നിയാസിൻ, പാന്തോത്തിനിക് ആസിഡ്, പൈറിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, കൊബാലാമിൻ എന്നൊക്കെ പറയുന്ന 8 വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ എന്തുണ്ട്? റിച്ച് ആണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. കൂടാതെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, എനർജി കൊടുക്കാൻ സഹായിക്കുന്നു, ആന്റി ഏജിങ് ആണ്, അതുപോലെ പിന്നെ ബ്ലഡ് ലെവൽ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഹോർമോൺ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, മെനോപോസ് ടൈമിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, പുരുഷന്മാരിലെ പ്രോസ്ട്രേറ്റ് പ്രോബ്ലത്തിന് പരിഹാരമാണ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലഹീനത കുറയ്ക്കാൻ സഹായിക്കുന്നു, പീരിയഡ് പെയിൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, ഓവല്യൂഷൻ നോർമലാക്കാൻ, ഓവല്യൂഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു, ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു, അതുപോലെ സ്ട്രെസ്സും ഡിപ്രഷനും കുറയ്ക്കാൻ സഹായിക്കുന്നു, വിഷാദവും സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നു, ലിവർ പ്രോബ്ലം പരിഹരിക്കുന്നു, ഡയബറ്റീസിന് വളരെ നല്ലതാണ്, ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ സഹായിക്കുന്നു, കൊളസ്ട്രോൾ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു, ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലാമേറ്ററി ആണ്, അതുപോലെ തന്നെ റെഡ്യൂസസ് സൈഡ് എഫക്ട് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ സങ്കീർണത കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തത് അനാസൈക്ലസ് പൈറത്രം എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഒന്ന് പറയും. അനാസൈക്ലസ് പൈറത്രം. ഇതിലെ ബൊട്ടാണിക്കൽ നെയിമൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ അങ്ങനെയാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് അഗർക്കാര എന്ന് പറയുന്നു, അക്കിക്കറുക എന്നാണ് മലയാളം, അത് എഴുതിയാൽ മതി. അക്കിക്കറുക എന്ന് പറയുന്ന ഒരു ചെടി നമ്മുടെ നാട്ടിൽ സുലഭമാണ്, എല്ലാ പ്രദേശത്തും ഉണ്ടാവും. ഓണക്കാലങ്ങളിലൊക്കെ നന്നായിട്ട് പുഷ്പിച്ചു വരുന്ന ഒരു ചെടിയാണിത്, അക്കിക്കറുക. ഇതിന് പല്ലുവേദന ചെടി എന്നൊരു പേരുണ്ട്, കേട്ടിട്ടുണ്ടോ? പല്ലുവേദന ചെടി. അതിന്റെ നീരെടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലുവേദന മാറുന്നത് അതിന്റെ പ്രത്യേകത. അക്കിക്കറുക ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതായത് അഗർക്കാര ആക്റ്റീവ് ഗുഡ് അഫ്രോഡിസിയാക്. ആ ഒരു വാക്കൊന്ന് എഴുതി വെക്കുക, അഫ്രോഡിസിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാമോത്സുകത എന്ന് പറഞ്ഞു, സെക്ഷൽ ഡിസയർ ഉണ്ടാകാൻ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് അഫ്രോഡിസിയാക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പവർഫുൾ അഫ്രോഡിസിയാക് ഏജന്റ് ആണ്. അതുപോലെ തന്നെ ആൻഡ് ഇൻക്രീസസ് ദ ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് റെഡ്യൂസ് ദ പ്രിമേച്ചർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശീഘ്രസ്ഖലനം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആ പ്രോബ്ലം അത് പുരുഷന്മാർക്ക് കണ്ടുവരുന്ന പ്രശ്നമാണ്, അത് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഗ്രേറ്റ് ഹെർബ് ഫോർ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നെർവ് ഫംഗ്ഷൻ മെച്ചപ്പെട്ടാക്കാൻ സഹായിക്കുന്നു, ഡൈജഷൻ പ്രോപ്പറാക്കാൻ സഹായിക്കുന്നു, ഓറൽ ഹെൽത്തിന് പല്ലിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അലിവേറ്റ്സ് റെസ്പിറേറ്ററി ഇഷ്യൂസ്. അലിവേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലഘൂകരിക്കുക എന്നുള്ളതാണ്. പിന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ശ്വസന വ്യൂഹവുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, നെർവസിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, ജോയിന്റ് പെയിനുകൾ ജോയിന്റ് സിസ്റ്റം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു,
അതുപോലെ സലൈവ നമ്മുടെ ഉമിനീര് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഗുഡ് ആന്റി ഓക്സിഡന്റ് ആണ്, പ്രമേഹത്തിന് എതിരെ പ്രവർത്തിക്കുന്നു. അതുപോലെ ബ്രെയിൻ ഡിസോർഡറുകളെ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങൾ ഇതിനുണ്ട്. ഈ അനാസൈക്ലസ് പൈറത്ര എന്ന് പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അടുത്തത് ബഹ്മാൻ സുർക്ക് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ചുവന്ന മുനി എന്നാണ് ഇതിന്റെ മലയാളം. ഈ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഇത് പ്രധാനമായിട്ടും പ്രീമേച്ചർ ഇജാക്കുലേഷന് വളരെ എഫക്റ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണ്, ആന്റി ഡിപ്രസന്റ് ആണ്, അഡപ്റ്റോജനിക് ആണ്. അഡപ്റ്റോജനിക് എന്ന് പറഞ്ഞാൽ ആ വാക്കൊന്ന് എഴുതിക്കോളൂ. അഡപ്റ്റോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഗുണകരമായ വസ്തുക്കളെ ആഗിരണം ചെയ്യാൻ ശേഷിയുള്ള ഘടകങ്ങളെയാണ് അഡപ്റ്റോജനിക് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ വൈറ്റമിൻസ് കഴിക്കുന്നു. ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ടും വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡപ്റ്റോജനിക്കുകളുടെ ആവശ്യകതയുണ്ട്. അങ്ങനെയുള്ള ഒരു അഡപ്റ്റോജനിക്കാണ് കുരുമുളക് എന്ന് പറയുന്നത്. കുരുമുളക് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിലുള്ള പോഷകങ്ങളെ ശരീരത്തിലേക്ക് കൂടുതൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് കുരുമുളകൊക്കെ ചേർക്കണം എന്ന് പറയുന്നത്. മനസ്സിലായിരുന്നു? അതൊരു അഡപ്റ്റോജനിക് ഏജന്റ് ആണ്. അപ്പൊ ഇതൊരു അഡപ്റ്റോജനിക് ആണ് ഈ ഒരു ഘടകം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ആസ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരിലെ സെമനിലെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുക, ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, അങ്ങനത്തെ ഉള്ള ഏജൻസിനെയാണ് ആസ്ട്രിജൻസ് എന്ന് പറയുന്നത്. കാർബണേറ്റീവ് ആണ്. കാർബണേറ്റീവ് എന്നുണ്ടെങ്കിൽ വിശപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഡൈജസ്റ്റീവ് ആണ്, ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഈസ്ട്രോജനിക് ആണ്. ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനം അത് കറക്റ്റ് ചെയ്യുന്നു. നെർവ് ടോണിക് ആണ്, അഫ്രോഡിസിയാക് ആണ്. അതുപോലെ തന്നെ സ്പേമിന്റെ കൗണ്ട് കൂട്ടാൻ സഹായിക്കുന്നു. അനീമിയ, വിളർച്ച ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആസ്മ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങൾ ഏതിനുണ്ട്? ഈ ഒരു ഇൻഗ്രീഡിയന്റ് ബഹ്മാൻ സുർക്ക് എന്ന് പറയുന്ന ചുവന്ന മുനി എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിക്കുണ്ട് അതിന്റെ ഇൻഗ്രീഡിയന്റ്. അടുത്തത് ബഹ്മാൻ സഫേദ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നമ്മുടെ നാട്ടിലില്ല. ഇത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. ഇത് വർഷങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. ലാക്ക് ഓഫ് ലിബിഡോ. ലിബിഡോ നേരത്തെ അർത്ഥം പറഞ്ഞു കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? സാറേ ലിബിഡോ എഴുതി വെച്ചോ? ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടോ, നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ലിബിഡോ വർദ്ധിക്കാൻ സഹായിക്കും. ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ, അതൊന്ന് എഴുതി വെച്ചോളൂ. ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ, ED പ്രോബ്ലം എന്ന് പറയും. ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ്. ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ള സംഭവമാണോ? ഉദ്ധാരണക്കുറവ് പരിഹരിക്കും. ഏത്? ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ, ED പ്രോബ്ലം, മറ്റു ED അല്ല. അപ്പോ അത് പരിഹരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഡയബറ്റീസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ആർത്രൈറ്റിസ് എന്ന വാദം. അതുപോലെ തന്നെ സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. യൂറിനറി ഡിസോർഡറുകൾ പരിഹരിക്കുന്നു. മൂത്രാശയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. സ്കിന്നിന് നല്ല കോംപ്ലക്ഷൻ കൊടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആന്റി ക്യാൻസർ ആണ്, ആന്റി ആർത്രൈറ്റിക് ആണ്, ആന്റി ഡിപ്രസന്റ് ആണ്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ബഹ്മാൻ സഫേദിനുണ്ട്. അടുത്തത് ബീജബന്ധ് എന്ന് പറയുന്ന സിഡാകോഡിഫോളിയ എന്ന ഇൻഗ്രീഡിയന്റ് ആണ്. വെള്ളൂരം എന്നാണ് ഇതിന്റെ മലയാളം. വെള്ളൂരം, കുറുന്തോട്ടി കേട്ടിട്ടുണ്ടോ? ആ കുറുന്തോട്ടി വിഭാഗത്തിൽ പെടുന്ന ഒരു സാധനമാണ് ഈ വെള്ളൂരം എന്ന് പറയുന്നത്. It contains antibiotics, analgesic, anti-arthritic, antibacterial, anti-cancer, anti-fungal, antioxidant, antispasmodic. Antispasmodic എന്ന് പറഞ്ഞാൽ വയറുവേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഡയൂറിറ്റിക് ആണ്. ഡയൂറിറ്റിക് എന്നുണ്ടെങ്കിൽ യൂറിൻ കൂടുതൽ പോകാൻ സഹായിക്കുന്നു. ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. ഒരുപാട് ബെനിഫിറ്റ് അതിനുണ്ട്. അടുത്തത് സിൽഗോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനസ് ജെറാഡിയാന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. എന്താ അറിയില്ല, ഈ ജെറാഡിയാന ഇടയ്ക്ക് എന്റെ മനസ്സിലിങ്ങനെ വരും. ആ പേരിനോട് വല്ലാത്ത ഇഷ്ടമാണ്. പൈനസ്, ഇത് പൈൻ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. ക്ലിയർ? പൈൻ മരങ്ങളില്ലേ, ആ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് പൈനസ് ജെറാഡിയാന. നെജ എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. നെജ എന്ന് മലയാളത്തിൽ പറഞ്ഞു. ഇതിന്റെ വിത്താണ് ഉപയോഗിക്കുന്നത്. ഈ കായ് കാണുന്നില്ലേ, ആ കായ്ക്കുള്ളിലുള്ള വിത്താണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന് ചിൽഗോസ പൈനട്ട് ആർ ഹെൽത്തി ആൻഡ് ലോഡഡ് വിത്ത് ആന്റി ഓക്സിഡന്റ്. ധാരാളം ആന്റി ഓക്സിഡന്റുകളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സാധനം. അതുപോലെ തന്നെ ഇതിനകത്ത്
മാഗ്നീഷ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലത്തിന് വളരെ നല്ലതാണ്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത, ഗുഡ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സുകളുണ്ട്. ഒമേഗ കേട്ടിട്ടുണ്ടോ? ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 7, ഒമേഗ 9 എന്നൊക്കെ പറയുന്ന എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സുകളുണ്ട്. ഇത് എന്താ ഗുണം? ബ്രെയിനിന്റെ ഫംഗ്ഷൻ, കണ്ണിന്റെ ഫംഗ്ഷൻ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഒക്കെ നോർമൽ ആകണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ എസെൻഷ്യൽ ഫാറ്റി ആസിഡുകൾ, ഒമേഗകൾ വേണം. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മീനുകളിൽ നിന്നൊക്കെ ഒമേഗ കിട്ടാറുണ്ട്. സാൽമൺ ഫിഷ്, അങ്ങനെയുള്ള ഫിഷുകളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഒമേഗ റിച്ച് ആണ്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. അത് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു നെറ്റാണ് ഈ സാധനം. അതുപോലെ തന്നെ ഇതിൽ റിച്ച് പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞെങ്കിൽ മാംസ്യം, ധാരാളം പ്രോട്ടീൻ ഉള്ള ഒരു ഘടകമാണ്. നമ്മുടെ സെല്ലുകളുടെ നിർമ്മാണം, ആ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഘടകങ്ങളൊന്ന് പ്രോട്ടീനും അമിനോ ആസിഡ്സുകളാണ്. അത് ധാരാളം ഇതിനകത്തുണ്ട്. ക്ലിയർ? അപ്പോൾ സെല്ലുകളുടെ നിർമ്മാണത്തിനൊക്കെ ഇത് ഗുണകരമാണ് എന്നർത്ഥം. പിന്നെ ഒന്നുള്ളത്, ഇതിൽ മാഗ്നീഷ്യം ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ ഒരുപാട് എനർജി തരാൻ കഴിവുള്ള ഒരു ഘടകമാണ്. അടുത്തത് ഡാൽച്ചിനി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. സിന്നമോം സൈലാനിക്കം എന്നാണ് പറയുന്നത്. സൈലാനിക്കം, സിന്നമോം സൈലാനിക്കം എന്ന് പറഞ്ഞാൽ കറുവപ്പട്ട. കറുവപ്പട്ട ഇത് ചേരുന്നുണ്ട്. ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ആണ്. ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഹാർട്ടിന്റെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആന്റി മൈക്രോബിയൽ എഫക്റ്റ് കൊടുക്കുന്നു. ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ടൂത്ത് ഏക്കിന് വളരെ നല്ലതാണ്. പല്ലുവേദനയ്ക്ക്, വെയിറ്റ് മാനേജ്മെന്റ് വളരെ നല്ലതാണ്. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴേ ആദ്യം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ല വയറ് നല്ല ക്ലിയർ ആവും. ക്ലിയർ, ദഹനം പ്രോപ്പർ ആകും. മോഷനൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പോകും. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. മോഷൻ കറക്റ്റ് ആയിട്ട് പോകും. ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. യൂറിൻ നന്നായിട്ട് പോകും. അതുപോലെ തന്നെ പിന്നെ വെയിറ്റ് മാനേജ്മെന്റിന് വളരെ നല്ലതാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ഒരു മാസം കഴിയുമ്പോഴേക്ക് 2 കിലോ അല്ലെങ്കിലേ വെയിറ്റ് ഇല്ല. ഇതെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആരോട് പറയും എൻ്റെ ഈ വിഷമം? ഇതൊക്കെ ഓവറാണ്. ഇതൊന്ന് 2 കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമം ടീച്ചർക്ക് മനസ്സിലാവില്ല, എനിക്കറിയില്ല. 2 കിലോ കുറഞ്ഞു. അപ്പൊ കുറയേണ്ട കുറെ ആൾക്കാരില്ലേ, അവർക്ക് നല്ലതാണ്. തീരെ കുറയേണ്ട എന്നില്ലാത്തവർ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നെങ്കിൽ അത് 1.5 ദിവസങ്ങളിലേക്കാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇതൊരു 6 മാസം ഞാൻ ഇങ്ങനെ കുറഞ്ഞു പോയിട്ട് അവസാനം നിങ്ങൾ കാണാണ്ടാവില്ല. ഇല്ലാതെ ഇങ്ങനെ പോകും. കുഞ്ഞായിട്ട് പോകും. അങ്ങനെ വരാൻ പാടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അളവൊക്കെ കുറച്ച് 1.5 ദിവസങ്ങളിലൊക്കെ. പക്ഷെ ചില ആളുകൾക്ക് ഇത് 3 നേരം കഴിക്കേണ്ടി വരും. അപ്പോഴൊന്നും മാനേജ് ആണ്. ഏറ്റവും പെട്ടെന്ന് കുറയുന്നത് ഈ ഭാഗമാണ്. ഈ വേസ്റ്റ് ഭാഗമാണ് വേഗം കുറയും. വയറൊക്കെ കുറഞ്ഞ് നല്ല പെർഫെക്റ്റ്. ഹരീഷ സാറേ, നമ്മുടെ ഒരു വിക്ടിമാണ് നിൽക്കുന്നത്. സാറൊന്നും നിൽക്കും. ഈ മനുഷ്യന് 2 മാസം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ അവസ്ഥ നോക്കിയോളും. ഇരുന്നോളൂ. മോർ പവറിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പൊ ഇത് ആവശ്യമുള്ള കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? കൊടുക്കാം, മോർ പവർ കൊടുക്കാം. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, കൊഴുപ്പൊക്കെ കെട്ടിക്കിടന്ന് അങ്ങനെ പോയിക്കോട്ടെ. പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ അതിന് നല്ലതാണ്. അതുപോലെ വൈറസ് ഇൻഫെക്ഷൻ വളരെ നല്ലതാണ്. ടൈപ്പ് 2 ഡയബറ്റീസിന് നല്ലതാണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, ഇൻഫെർട്ടിലിറ്റി വന്ധ്യത, ഇതിനൊക്കെ വളരെ നല്ലതാണ്. യൂത്ത്ഫുൾ സ്കിൻ, റിസ്ക് ഓഫ് ക്യാൻസർ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് എലൈച്ചി എന്ന് പറയും. ഏലക്കായ ഇതിലേക്ക് ഇൻഗ്രീഡിയന്റ്. ഏലക്കായുടെ ഗുണങ്ങൾ നമുക്കറിയാലോ. ധാരാളം ബെനിഫിറ്റ് ഉള്ള ഒരു ഹെർബാണ് ഏലക്കായ എന്ന് പറയുന്നത്. വെയിറ്റ് മാനേജ്മെന്റിന് നല്ലതാണ്. സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന, ആന്റിസ്പാസ്മോഡിക് ആണ് ഈ സാധനം. നൗസിയ ആൻഡ് വോമിറ്റിംഗ്, മനം പെരട്ടലും ഛർദിയും വരാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സോർ ത്രോട്ട്, ആസ്മ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. കോൾഡ് കുറയാൻ നല്ലതാണ്. ചുമ കുറയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ബോഡി ഡിറ്റോക്സിഫിക്കേഷൻ, ശരീരത്തിലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ആന്റി ഓക്സിഡന്റ്, അതുപോലെ ഫ്രഷ് ബ്രീത്തിങ്, ആന്റി ഇൻഫ്ലമേറ്ററി, കാർഡിയോവാസ്കുലർ, ഹൃദയ സംബന്ധമായ പ്രശ്നം, ഇതിനൊക്കെ ഗുണകരമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ പിന്നെ ഏലക്കായ എന്ന് പറയുന്നത്. അടുത്തത് ഗോണ്ട് ദാവഡ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ബദാം ട്രീയുടെ ഗമ്മാണ്. ബദാം മരത്തിന്റെ തറ ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് ഗുണങ്ങൾ, അതായത് ഈ പോസ്റ്റ് പ്രഗ്നൻസി സ്ട്രെങ്തന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ബേണിംഗ് സെൻസേഷൻ, അതുപോലെ ഹീറ്റ്
സ്ട്രോക്ക്, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. വെയിറ്റ് മാനേജ്മെന്റിന്, മൗത്ത് അൾസർ, വായിലൊക്കെ എപ്പോഴും പുണ്ണ് വരുന്ന അവസ്ഥ, എഫക്റ്റീവ് മൈഗ്രെയിൻ വരുന്ന റെഗുലർ ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഓഗ്മെന്റേഷൻ, ഗ്ലോ സ്കിന്ന്, ലിബിഡോ വർദ്ധിപ്പിക്കാൻ, യൂറിനറി പ്രോബ്ലം, ഇതിനൊക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അടുത്തത് ട്രൈബുലസ് ടെറാസ്റ്റിസ് എന്നാണ്. ട്രൈബുലസ് ടെറാസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഞെരിഞ്ഞൽ എന്നാണ് അതിന്റെ മലയാളം. ബൊട്ടാണിക്കൽ വരുന്ന കുറച്ച് കടുകട്ടി വാക്കാണ്. ഞെരിഞ്ഞൽ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഞെരിഞ്ഞൽ ഉപയോഗിക്കുന്നത്? യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോണ് ഒക്കെ യൂറിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഞെരിഞ്ഞിൽ എന്ന് പറയും. ഞെരിഞ്ഞില് മുള്ളുള്ള ഒരു സാധനമാണ്. അതിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കിഡ്നി പ്രോബ്ലത്തെ ഒഴിവാക്കുന്നതായിട്ട് റിസർച്ച് സജസ്റ്റ്. ഇതിനെ ഗോക്ഷിഡ എന്ന് പറയുന്നുണ്ട്. ഓഫർ വേരിയസ് പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഫോർ പിന്നെ എക്സാമ്പിൾ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, മേ ബൂസ്റ്റ് യുവർ ലിബിഡോ, റെഡ്യൂസ് ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ വുമൺസ് ഹെൽത്തിന് വളരെ നല്ലതാണ്, പ്രഷർ നോർമലാക്കാൻ നല്ലതാണ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നല്ലതാണ്, കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ നല്ലതാണ്, അതുപോലെ തന്നെ പെയിൻ റിലീഫ്, വേദന കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുടുക്കി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. കുടുക്കി, കൊടകപ്പാല എന്ന് പറയും. കൊടകപ്പാല, കുടജാരിഷ്ടം എന്ന് കേട്ടിട്ടുണ്ടോ? കുടജാരിഷ്ടം, കുടജാരിഷ്ടം നല്ല കയ്പാണ്. ഇത് നല്ല കയ്പുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ഈ കുടലിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും, ബേംസിനെ ഇല്ലാതാക്കാൻ സഹായിക്കും, അതുപോലെ തന്നെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ, ഡിസെൻട്രി അതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും പ്രധാനമായിട്ടും. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ മെഡിസിൻസ് ഫോർ ട്രീറ്റിംഗ് ഡിസീസ്, ഡയറിയ, വയറിളക്കം, അമീബിക് ഡിസെൻട്രി, അതുപോലെ ലിവർ ഡിസോർഡറുകൾ, ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം, ദഹനം നടന്ന് മോഷൻ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഡാമേജ് ആകുന്ന അവസ്ഥ, ബ്ലീഡിംഗ് പൈൽസ്. നമ്മുടെ പ്രൊഡക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത പൈൽസ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങളൊക്കെ വേഗം സോൾവ് ആവും. ബ്ലീഡിംഗ് പൈൽസിന് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടി നമ്മുടെ മോർപ്പവർ. 1 വീക്ക്. ബ്ലീഡിംഗ് പൈൽസ് പറഞ്ഞാൽ എമറോയിഡ്സ്, രക്താർസസ് ഒറ്റ ആഴ്ച കൊണ്ട് നോർമൽ ആയി. നല്ല പ്രൊഡക്റ്റ് അല്ലേ? ഇത് ആവശ്യമുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലേ, പൈൽസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകളുള്ള ആളുകൾക്ക്. നല്ല പ്രൊഡക്റ്റാണ്, ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. കാര്യം തരും, രാവിലെ ഒരാൾ ടോയ്ലറ്റ് പോയിട്ട് മോഷൻ കറക്റ്റായി പോയാൽ തന്നെ ആ വ്യക്തി ഹാപ്പിയാണ്. ആണോ? മോഷൻ പോയില്ലെങ്കിൽ ഹാപ്പി ആവില്ല, ആകെ ഡേഞ്ചർ. ചില ആളുകൾ യുദ്ധം വിട്ടാൽ ടോയ്ലറ്റ് പോയിട്ട് യുദ്ധം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങും. അങ്ങനെ വരവുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ്, യുദ്ധം കഴിഞ്ഞിട്ട് ഇറങ്ങും. അങ്ങനെ വരാൻ പാടില്ല. 2 മിനിറ്റോട് കാര്യം കഴിയണം. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറാണ്. അതിന് കറക്റ്റായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ആളുകൾക്ക് അറിയാൻ പറ്റും. വിത്തിൻ ഡേയ്സ്, 2-3 ദിവസം കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. 2-3 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞിട്ട് പോരാൻ. അപ്പൊ തന്നെ ആദ്യമുണ്ടായാൽ തന്നെ കുറെ ആളുകളുണ്ടല്ലോ നമ്മുടെ മോർപ്പവറിന് ജൈ വിളിക്കും. അങ്ങനത്തെ കുറെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇല്ലേ? കൊടുക്കണം, 2 ഗ്രാം വെച്ച് 2 നേരം കൊടുക്കാം കറക്റ്റായിട്ട്. നല്ല പ്രൊഡക്റ്റാണ്. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഇപ്പൊ ഈ പഠനങ്ങൾ തന്നെ പറയുന്നത് 10-ൽ 8 ആളുകൾക്ക് ഉദരപ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 10-ൽ 8 ആളുകൾക്കും ഉദരപ്രശ്നങ്ങളാണ്, കുടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ വന്നാൽ അതൊരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയില്ലേ? അടിപൊളി പ്രൊഡക്റ്റാണ്. വീട് ഇങ്ങനെ കയറും, ഫാമിലി ബോണസ് ഇങ്ങനെ അടിക്കാം. എന്താ സുഖം. അതാണ് ഈ ഒരു ഇൻഗ്രീഡിയന്റ്. അടുത്തത് കുഞ്ചബീജ് എന്ന് പറയും. മുക്കുന ഫ്ലൂറിയൻസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. നായക്കരുണ കേട്ടിട്ടുണ്ടോ? നായക്കരുണ എന്താ അതിന്റെ പ്രത്യേകത? ചില ആളുകളെ പോലെയാണ്, വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പൊടി തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവ്. മുമ്പൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു. എന്നിട്ട് സ്കൂളിലൊക്കെ ഉണ്ടാവും ചരണ്ടിയിട്ട്. ചില വില്ലന്മാരുടെയൊക്കെ ഇവിടെ കിട്ടുള്ളൂ. ഓരൊക്കെ പിന്നെ അന്നത്തെ ദിവസം കഴിച്ചു. അപ്പൊ അത്രയും ചൊറിച്ചിലുള്ള ഒരു സാധനമാണ് ഈ നായക്കരണ എന്ന് പറഞ്ഞ സാധനം. പക്ഷെ അതിന്റെ ഉള്ളിലത്തെ സീഡ്, അതിന്റെ ഉള്ളിലത്തെ വിത്ത്, അതിന്റെ ബീനാണ് എടുക്കുന്നത്. നായക്കരണ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ആയുർവേദത്തിൽ. അതായത് ഈ ലിബിഡോ വർദ്ധിപ്പിക്കാനും, ഫെർട്ടിലിറ്റി പ്രോബ്ലം ഇല്ലാതാക്കാനും, സ്പേമിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണിത്. നെർവ്സിനെ കൂടുതൽ ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്നു. ലിവോഡോപ്പ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ബ്രെയിനിലൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ലിവോഡോപ്പ. ഈ ലിവോഡോപ്പ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് സെക്ഷൽ ഡിസയർ ഉണ്ടാകുന്നത്. അപ്പോ നമ്മുടെ ഈ പ്രോഡക്റ്റ് മൊത്തം പറയുന്ന സമയത്ത് ആളുകൾക്ക് തോന്നിയത് ഒരു സെക്ഷൽ പവറിലുള്ള ഒരു മെഡിസിൻ മാത്രമാണോ എന്നൊരു തോന്നലുണ്ടായിരിക്കും. അല്ല,
ഞാൻ പറഞ്ഞു 11 സിസ്റ്റങ്ങളെ നോർമലാക്കുന്ന ഒരു കാര്യമാണ്. സെക്ഷൽ പ്രോബ്ലം നമ്മുടെ സമൂഹത്തിനകത്ത് കുറെ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണിത്. ഇപ്പോ ഈ വയാഗ്ര എന്ന് പറയുന്ന ഒരു ഗുളിക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സോഴ്സ് ആണത്. അപ്പൊ ഈ ഇറക്ടൽ പ്രോബ്ലത്തിനൊക്കെ ഉള്ളതാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആണ്. പക്ഷെ എന്താണ്, അതേപോലെ സൈഡ് എഫക്റ്റ് ഉണ്ട്. കാർഡിയാക് പ്രോബ്ലം വരും, BP ചിലപ്പോൾ കൂടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെയിന് വരും ശരീരത്തിൽ, തലവേദന വരും, കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ ഒരു നേരം കഴിച്ചെന്നുള്ളതല്ല, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും വിത്തൗട്ട് സൈഡ് എഫക്റ്റ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. 11 സിസ്റ്റങ്ങളെ നോർമലായിരിക്കും, എന്നിട്ട് ഈ എഫക്റ്റ് നമുക്ക് തരും. അപ്പൊ എന്താണെങ്കിൽ അതായത് സെക്ഷൽ എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്ക് കുറെ ഒരു മടിയാണ്. അയ്യോ കേൾക്കാൻ പാടില്ല എന്നൊക്കെ തോന്നലാണ്. പക്ഷെ ഇത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു ഘടകമാണ് കേട്ടോ. ആണോ? ആണ്. അതായത് ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്ന 4 ഘടകങ്ങളുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണ് ഈ പുരുഷാർത്ഥങ്ങൾ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒരു മനുഷ്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട 4 കാര്യങ്ങളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വധർമ്മം അനുഷ്ഠിക്കുക, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക ജീവിതത്തിൽ. ക്ലിയർ? അതൊരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ആണോ? ആ കുട്ടികളെ വളർത്തണം, വീട് നോക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, സൊസൈറ്റി അത് ഇതൊക്കെ ഓട്ടം ചാട്ടതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും. ഇത് സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. അർത്ഥം എന്ന് പറയുന്ന സാധനമുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്ത്, പൈസ ഉണ്ടാക്കുക. വേണ്ടേ? ആ ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാണ് പൈസ ഉണ്ടാക്കുക, ധാർമ്മികതയിലൂടെ പൈസ ഉണ്ടാക്കുക. അത് കഴിഞ്ഞാൽ 3ാമത്തത് കാമമാണ്. കാമം എന്ന് പറഞ്ഞാൽ ലവ് ആണ്, സ്നേഹമാണ്, അത് സെക്സ് ആണ്. എല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഈ കാമം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും മോശം കരുതേണ്ട കാര്യമില്ല. ഇതൊക്കെ പഠിക്കണം ഈ കാര്യങ്ങളൊക്കെ. അതുണ്ടാകണം. സാറ്റിസ്ഫൈഡ് സെക്ഷൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സംതൃപ്തമായ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. കാരണം സെക്സ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിനകത്ത് ഒരുപാട് ഹോർമോണുകൾ ഓപ്പൺ ആകും, ഇല്ലെങ്കിൽ ഓപ്പൺ ആകില്ല. ഈ ഹോർമോണുകൾ മുഴുവനും പോസിറ്റീവ് വൈബ്രേഷൻ തരുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. കറക്റ്റായിട്ട് സാറ്റിസ്ഫൈഡ് സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ബോഡി പെയിൻ കുറയുമെന്നാണ് പറയുന്നത്. ശരീരവേദന, വാദം, ജോയിന്റ് പെയിൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും. നല്ല ഷാർപ്പ് മെമ്മറി ഉണ്ടായിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. ഇന്ന് വേൾഡിൽ ഒരു പഠനം നടത്തിയത് വേൾഡിൽ 60% ആളുകളും സാറ്റിസ്ഫൈഡ് സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാത്തവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കുറേ കാര്യങ്ങൾ അതിന് പുറകിലുണ്ട്. അപ്പൊ അതൊക്കെ നിവർത്തിക്കാൻ ആരോഗ്യകരമായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് കൂടിയാണ് മോർ പവർ എന്ന് പറയുന്നത്. ഇത് സജസ്റ്റ് ചെയ്യാം, ഒരു പേരും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നായക്കുറ ഇതിനകത്ത് ചേരുന്നുണ്ട്. യുവോടൊപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, എനർജി കൂട്ടാൻ സഹായിക്കുന്നു, കുറെ ഗുണങ്ങളുണ്ട്. അടുത്തത് കമർക്കാസ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പ്ലാസി എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലാസി എന്ന് പറഞ്ഞ ഒരു മരമാണ്. പ്ലാസി കേട്ടിട്ടുണ്ടോ? അങ്ങനെ പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും. പ്ലാസി എന്ന് പറയുന്ന മരം, അതിന്റെ ഇല ഉപയോഗിച്ചിട്ട് അടയുണ്ടാവും. കാരണം അതിലൊരു മെഡിസിനൽ എഫക്റ്റ് ഉണ്ടായാലും അതതിന്റെ പ്രത്യേകത. പ്ലാസി ഇതിനകത്ത് ചേരുന്നുണ്ട്. അതിന്റെ പിന്നെ വിത്തുകൾ ചേർക്കുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, 2 ഓയിൽ സൊല്യൂബിൾ വൈറ്റമിനുകളാണ്. വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും റിച്ച് ആയിട്ട് ഇതിൽ ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫോസ്ഫറസ്, മാഗ്നീഷ്യം, അയേൺ, പൊട്ടാസ്യം, സോഡിയം, അതുപോലെ ഫോളിക് ആസിഡ് ഇതിനകത്ത് ചേരുന്നുണ്ട്. ധാരാളം ആൽക്കലോയിഡ്സുകൾ ചേരുന്നുണ്ട്. ആൽക്കലോയിഡ്സിന്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു. ആണോ? ആൽക്കലോയിഡ്സിന്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിൽ ചേരുന്നുണ്ട് കമർക്കാസിൽ. അടുത്തത് സെലബ് ലൈറ്റിഫോളിയ എന്ന് പറയുന്ന മിശ്രി പർപ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് ന്യൂറോജനറ്റിക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു, ലിബിഡോ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ പുരുഷന്മാരുടെ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, ഡയറിയ കുറയ്ക്കാൻ സഹായിക്കുന്നു, സെക്ഷൽ ഇഷ്യൂസ് ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ കുറെ ഗുണങ്ങളുടെ. അടുത്തത് ബദാമാണ്. ബദാം നെർവസ് സിസ്റ്റത്തെ ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്നു. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, GI ട്രാക്ട്, ദഹന വ്യൂഹത്തെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ യൂറോജനറ്റിക്കൽ ഡിസീസിനെ ഇല്ലാതാക്കുന്നു. യൂറിനുമായി ബന്ധപ്പെട്ട് ആന്റി ഏജിങ് ആക്ടിവിറ്റിയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കുറെ ഗുണങ്ങൾ അതിനകത്തുണ്ട്. അടുത്തത് ഈത്തപ്പഴമാണ്. ഇതിനകത്ത് കുറച്ച് സ്വീറ്റ് കണ്ടന്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹം, ഷുഗർ 300 കൂടുതൽ എപ്പോഴും ഉള്ള ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കരുത്. ഇതിനകത്ത് നാച്ചുറൽ സ്വീറ്റ് കുറച്ച് കണ്ടന്റുകൾ ചേരുന്നുണ്ട്. ഒന്ന്
ഈത്തപ്പഴം ചേരുന്നുണ്ട്, പിന്നെ ഷുഗർ കെയിൻ ചേരുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, തേന് ചേരുന്നുണ്ട്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു റോയൽ ജെല്ലി ചേരുന്നുണ്ട്. ഇങ്ങനെ 4ഓളം ഇൻഗ്രീഡിയൻറ്റ് മധുരമുള്ളതാണ്. പക്ഷെ പ്രമേഹം 300-ന്റെ മേലുള്ളവർക്ക് മാത്രമേ ആ പ്രശ്നമുള്ളൂ. എപ്പോഴും അവർക്ക് കൊടുക്കരുത്, അല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. 2 ഗ്രാം വെച്ചിട്ട് 2 നേരം കഴിക്കാം. അതുകൊണ്ട് പ്രമേഹം കൂടുന്നില്ല. ഓക്കെ, ഡയറ്റ്സിന് അറിയില്ല, ധാരാളം ഫൈബറുകളുണ്ട്, അയേൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. പിന്നെ കോക്കനട്ട് ചേരുന്നുണ്ട്. കോക്കനട്ടും ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. തണ്ണിമത്തൻ ചേരുന്നുണ്ട്, വാട്ടർമെലോൺ. വാട്ടർമെലോൺ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണക്കുറവ്, ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാനൊക്കെ സഹായിക്കുന്നു, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. മസ്തജിറൂമി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്, മാസ്റ്റിക് ട്രീ അഥവാ മസ്തകി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. മസ്തകി ഇതൊരു കറയാണ്, ഒരു മരത്തിന്റെ. ഡെന്റൽ എഫക്റ്റിന് വളരെ നല്ലതാണ്. ക്രോണിക് ഗ്യാസ്ട്രിക്സ്, അസിഡിറ്റി, ഗ്യാസ്, നെഞ്ഞരിച്ചൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. ഏതറോസ്ക്ലറോസിസ്, രക്തക്കുഴലുകളിൽ പ്ലക്ക് അടിഞ്ഞു കൂടുന്ന പ്രശ്നം, അതിനെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആസ്മ കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത് ബോംബെക്സ് സീബ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഷീബല്ല, സീബ. ബോംബെക്സ് സീബ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ്. ഇത് പഞ്ഞിപ്പൂള എന്ന് കണ്ടിട്ടുണ്ടോ? ഇലാവ് എന്ന് പറയും. ഇലാവ് മലയാളത്തിൽ പറയും. പഞ്ഞിപ്പൂള എന്ന് പറഞ്ഞാല് ഒരു കായ, അത് ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പഞ്ഞി ഉണ്ടാവും അല്ലേ? പഞ്ഞി ഉണ്ടാവും, പഞ്ഞിപ്പൂള. ആ മരത്തിന് അടിപൊളി ഒരു പൂവുണ്ട്, ഒരു ഫ്ലവറുണ്ട്. കണ്ടിട്ടുണ്ടോ പഞ്ഞിപ്പൂള? അതിന്റെ പിന്നെ പൂവ്. ഇത് വളരെ പവർഫുൾ. പഞ്ഞിയോടെ നിൽക്കട്ടെ. ഇത് പവർഫുൾ അഫ്രോഡിസിയാക് ഏജന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഫ്രോഡിസിയാക് എന്താണ് എന്നുള്ളത്. അങ്ങനെ പവർഫുൾ അഫ്രോഡിസിയാക് ഏജന്റ് ആണ്, എഡപ്റ്റോജനിക് ആണ്. രണ്ടിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അടുത്തത് ഷുഗർ കെയിൻ, കരിമ്പ് ഇതിനകത്ത് ചേരുന്നുണ്ട്. കരിമ്പിന്റെ എക്സ്ട്രാക്ട് ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സഫേദ് മുസ്ലി എന്ന് പറഞ്ഞാൽ നിലപ്പനക്കിഴങ്ങ് കണ്ടിട്ടുണ്ടോ? ആ നിലപ്പനക്കിഴങ്ങ്, വെളുത്ത നിലപ്പനക്കിഴങ്ങ്, അതാണ് സഫേദ് മുസ്ലി. ആ കിഴങ്ങ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഇൻക്രീസ് ഇൻ സെക്സ് പവർ ആൻഡ് പ്രിമേച്ചർ ഇജാക്കുലേഷൻ, സ്പേം ക്വാളിറ്റി, അതുപോലെ സ്ട്രെങ്ത് കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ ആർത്രൈറ്റീസിന്, ക്യാൻസറിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. അടുത്തത് സിയാഹ് മുസ്ലി, ബ്ലാക്ക് മുസ്ലി അഥവാ കറുത്ത നിലപ്പന. വെളുത്ത നിലപ്പനയുണ്ട്, കറുത്ത നിലപ്പന, രണ്ടും ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് ലൈംഗിക രോഗങ്ങളായിട്ടുള്ള ഗൊണോറിയ, സിഫിലിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ലൂക്കോറിയ പോലുള്ള, അതായത് അസ്ഥിസ്രാവം, വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജെറിയാട്രിക് ക്രോണിക് ആണ്. കുറെ ഗുണങ്ങൾ ഇതിന് ഉണ്ട്. അടുത്തത് സുരഞ്ജൻ ഷ്രീൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. വളരെ ഇഷ്ടപ്പെട്ട പേരാണ് സുരഞ്ജൻ ഷ്രീൻ എന്ന് പറയുന്നത്. എന്തായാലും ചില പേരുകളോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. ഇതിനെ ഹിരണ്യ തൂത എന്നാണ് അറിയപ്പെടുന്നത്. തൂതാഞ്ചന എന്നാണ് മലയാളം വേർഡ്. നമ്മുടെ നാട്ടിൽ വില്ലേജാണ്. ഇത് ലിപിഡ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആന്റി മയോട്ടിക് ആണ്, ആന്റി ട്യൂമർ ആണ്. കുറെ ഗുണങ്ങളുണ്ട്. ഫ്ലാറ്റുലൻസ്, വയറുവേദന ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. വയറൊക്കെ നല്ല ക്ലീൻ ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഗോട്ട്, നീരൊഴിവാക്കാൻ സഹായിക്കുന്നു. അതുപോലെ റൊമാറ്റിസം, വാതസംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ജോയിന്റ് പെയിൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. സലാം പഞ്ച എന്ന് പറഞ്ഞിട്ട് പഞ്ചൗള എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് മെയിൽ പൊട്ടൻസി, പുരുഷന്മാരുടെ ബലഹീനത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ സഹായിക്കുന്നു. ഏജിങ് വരുന്നതിനെ കുറയ്ക്കുന്നു. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലം ഇല്ലാതാക്കുന്നു. സ്ട്രെസ് അഥവാ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ വാർക്ക് നുക്ര എന്ന് പറയുന്ന വെള്ളിയുടെ ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ചേരുന്നുണ്ട്. എഫക്റ്റീവ് എഗെയിൻസ്റ്റ് മോർ ദാൻ 650 ബാക്ടീരിയ ആൻഡ് വൈറസസ്. ഇതുപോലുള്ള ബാക്ടീരിയസിന്റെ, വൈറസിന്റെ അറ്റാക്കിനെയൊക്കെ ചെറുക്കാനുള്ള കഴിവ് വെള്ളിക്കുണ്ട്. പിന്നെ ജിഞ്ചർ കേട്ടിട്ടില്ലേ? ഇഞ്ചി ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇഞ്ചി സെക്ഷൽ ഡെബിലിറ്റി, ലിവർ ഡെബിലിറ്റി, ഇൻഡൈജഷൻ, ചുമ, തലവേദന, നെർവസ് ഡിസീസുകൾ, അതുപോലെ ഇൻഫെക്ഷനുകൾ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. ദഹനം കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്. നോസിയ, വോമിറ്റിംഗ്. അതുപോലെ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവ് ഇതിൽ ചേരുന്നുണ്ട്. കുങ്കുമപ്പൂവ് എപ്പോഴാണ് ഉപയോഗിക്കാറ്? പ്രഗ്നൻസി പീരീഡിലൊക്കെ അല്ലേ, പാലിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കുട്ടിക്ക് നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സ്കിൻ കോംപ്ലക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എങ്ങനെ? പൈസ പോയി അല്ലേ? ഓ
നമ്മുടെ കുട്ടി കൊടുക്കുമെന്ന് പറയാ, കൊടുക്കാറുണ്ട്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്, പ്രൊമോട്ടിംഗ് ലിബിഡോ, മൂഡ് എൻഹാൻസ്മെന്റ്, ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. കുങ്കുമപ്പൂ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്നും സീലിംഗ് ആവണമെന്ന് മാത്രം. സെബാസ്റ്റ്യൻ സാറേ, സാറിനൊക്കെ വാങ്ങി കഴിക്കാം എല്ലാ ദിവസവും അല്ലേ? എന്നും സീലിംഗ് ആയത് വാങ്ങി കഴിക്കാം. ഇതല്ല, മോർഫോൾ വാങ്ങി കഴിക്കാം. മറ്റേ സാഫ്രോൺ. പിന്നെ തേന് ചേരുന്നുണ്ട്, ഹണി. ഇതില് ഓൾ വൈറ്റമിൻസ്, എൻസൈമുകള്, അമിനോ ആസിഡ്സുകള്, മിനറൽസ് എല്ലാം ഓൾമോസ്റ്റ് 200 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് വേർ റിപ്പോർട്ടഡ് ഹണി. 200-ൽ പരം പലതരത്തിലുള്ള കോമ്പൗണ്ടുകൾ ഹണിയിലുണ്ട് എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലിറ്റി പ്രോബ്ലത്തിന് വളരെ നല്ലതാണ്, ആന്റി ക്യാൻസർ ആണ്, ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു, ചുമ ജലദോഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അടുത്തത് കോകിലാക്ഷ, വയൽച്ചുള്ളി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. വയൽച്ചുള്ളി, കോകിലാക്ഷ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക്, അതുപോലെ ആന്റി ബാക്ടീരിയൽ, മാനേജ് ഡയബറ്റീസ്, ന്യൂട്രിയന്റ് റിച്ച് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. അടുത്തത് ശതാവരി. ശതാവരി എന്നുണ്ടെങ്കിൽ ഒരു കിഴങ്ങാണ് ശതാവരി കിഴങ്ങ്, കേട്ടിട്ടുണ്ടോ? ആയുർവേദത്തിൽ ശതാവരി ഗുളം എന്നൊക്കെ പറയുന്നതിൽ ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് സ്ത്രീകളിലെ ലൂക്കോറിയ പോലുള്ള പ്രശ്നങ്ങൾ, അസ്ഥി ഉരുക്കം, വെളുത്ത സ്രാവ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. ഗൈനക് ഡിസോർഡറുകൾ A to Z പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശതാവരി എന്ന് പറയുന്നത്. ശതം എന്ന് പറഞ്ഞാൽ 100, മതി എന്ന് പറഞ്ഞാൽ കൊല്ലുക. 100-ൽ പരം രോഗങ്ങളെ കൊല്ലാനുള്ള ശേഷി ഉണ്ടെന്നാണ് ആയുർവേദം ശതാവരിയെ കുറിച്ചിട്ട് പറയുന്നത്. ശതാവരി കിഴങ്ങ് ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് പുരുഷന്മാർക്കും വളരെ എഫക്റ്റീവ് ആണ്. അടുത്ത ത്രിവംഗഭസ്മം, ഭംഗഭസ്മം, ലോഹഭസ്മം. ലോഹഭസ്മൊക്കെ ഈ പിന്നെ അനീമിയക്കൊക്കെ വളരെ നല്ലതാണ്. അല്ല, പ്രീമിയത്തിൽ വേറെ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലറിലുള്ളത്. റെഗുലറിനെ ഇഷ്ടം പോലെയാണ്, ആണോ? ഈ 3 ഇൻഗ്രീഡിയന്റ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് റെഗുലർ കഴിച്ചാൽ തന്നെ അത്യാവശ്യം വിഗർ, വിറ്റാലിറ്റി, സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും, ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? അതിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി പ്രീമിയം. എന്താണ് പ്രീമിയത്തിന്റെ പ്രത്യേകത? ഇതിൽ സ്വർണ്ണഭസ്മം ചേരുന്നുണ്ട്. ഇതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇച്ചിരി വില കൂടുതലാണ്. രജത ഭസ്മം ചേരുന്നുണ്ട്. രജത ഭസ്മ, ദ മെജസ്റ്റിക് ആയുർവേദിക് എലിക്സർ ഫോർ വെൽബീയിങ് ആൻഡ് വിറ്റാലിറ്റി. ആയുർവേദത്തിലെ വെൽബീയിങ്ങിന് വേണ്ടി, വിറ്റാലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഘടകമാണ് രജത ഭസ്മം ചേരുന്നുണ്ട്. അതുപോലെ അശ്വഗന്ധം ചേരുന്നുണ്ട്. വിധാനിയ സോംനിഫറ എന്ന് പറയും. അമുക്കുരം കേട്ടിട്ടുണ്ടോ? അമുക്കുരം. അമുക്കുരം ഇതിനകത്ത് ചേരുന്നുണ്ട്. ഈ ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അഷ്ടാംഗ ഹൃദയം, സഹസ്രയോഗം, വൈശജ്യരത്നാവലി, യോഗഗ്രന്ഥം എന്നൊക്കെ പറയുന്ന കുറെ പൗരാണികമായിട്ടുള്ള ആയുർവേദത്തിലെ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ സഹസ്രയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, കേട്ടിട്ടുണ്ടോ? സഹസ്രയോഗം, 1000 യോഗങ്ങളാണ് അതിനകത്തുള്ളത്. 1000 യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ യോഗത്തിലും ഒരുപാട് മരുന്നുകളൊക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ. അതില് അശ്വഗന്ധം ചേർന്നിട്ടുള്ള മരുന്നിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അശ്വഗന്ധം തിലം മാഷം ഗുളം മാഗധി സർപ്പിഷ അർദ്ധമാസ പ്രയോഗേണ കുഞ്ചരേണ സമമ്പലം എന്ന് സഹസ്രയോഗത്തിൽ ഒരു വിധിയുണ്ട്. ക്ലിയർ? എന്തായാലും അർത്ഥം തരും. അശ്വഗന്ധം തിലം മാഷം ഗുളം മാഗധി സർപ്പിഷ അർദ്ധമാസ പ്രയോഗേണ, 15 ദിവസം ഉപയോഗിച്ചാൽ, ഒരു മാസത്തിന്റെ പകുതി ഉപയോഗിച്ചാൽ, കുഞ്ചരേണ സമമ്പലം, ആനയെ പോലെ ശക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ കുറെ ആളുകൾ ചിന്തിക്കുന്നതാണ്, സാറിന് 15 ദിവസം കഴിച്ചിട്ട് ആനയെ പോലെയാണ് വന്നൂടെ? ചോദിക്കാൻ പാടില്ല. അതൊരു യോഗമാണ്. അങ്ങനെ സഹസ്രയോഗം ആ ഒരു ഇൻഗ്രീഡിയന്റിനെ കുറിച്ചിട്ട് അത്രയും സവിശേഷമായി പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? അത്രത്തോളം ശക്തി ശരീരത്തിന് കൊടുക്കാൻ കഴിവുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഏത്? ഈ അമുക്കുരം അഥവാ അശ്വഗന്ധം എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. ഒരുപാട് ബെനിഫിറ്റ് ഇതിലുണ്ട്. അത് ഇതിനകത്ത് ചേരുന്നു. ഇത് ഏറ്റവും വലിയ പ്രത്യേകത കാമൻ ക്വറ്റ്, നമ്മുടെ മൂഡ് നല്ല നോർമൽ ആക്കാനും, നല്ല ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ കുറയ്ക്കാൻ, ഉത്കണ്ഠ, ആകുലത, അതുപോലെ പിന്നെ നമുക്കുണ്ടാകുന്ന ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെർബാണ് അശ്വഗന്ധം. ശക്തി കൊടുക്കാനും സഹായിക്കും, അതേപോലെ മനസ്സിന് നല്ല കാമൻ ക്വറ്റ് ആക്കി നിർത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കുർക്കുമിൻ. കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന കുർക്കുമിനോയിഡ്സ് എന്ന് പറയുന്ന എക്സ്ട്രാക്ട്. ഇന്ന് നമ്മൾ മഞ്ഞപ്പൊടി വാങ്ങിക്കാറുണ്ട് ഇല്ലേ? മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞപ്പൊടിയാണ് വാങ്ങിക്കുന്നത്. അതിൽ നിന്നൊക്കെ എന്തെടുത്തു? കുർക്കുമിനോയിഡ്സ് എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു മഞ്ഞപ്പൊടിയാണ് ഇപ്പോൾ വരുന്നത്. മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും.
വിഷഹാരിയാണ്, ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ആന്റി ഇൻഫ്ലാമേറ്ററി ഏജന്റ് ആണ്, വേദനകൾ, ജോയിന്റ് പെയിൻ, ആർത്രൈറ്റിസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. സ്കിന്നിന് വളരെ നല്ലതാണ്, എക്സിമ, സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ മഞ്ഞളിനുള്ള ഗുണങ്ങളാണ്. അത് ഏതിലുണ്ട്? നമ്മുടെ മോർ പവർ പ്രീമിയത്തിൽ ചേരുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് മെച്ചമുള്ള സാധനമാണ് ഈ പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തത് നെല്ലിക്ക ചേരുന്നുണ്ട്, എംബ്ലിക്ക ഒഫീഷ്യനാലി, നെല്ലിക്ക ചേരുന്നുണ്ട്. പിന്നെ ഫെനുഗ്രീക്ക് നല്ല ഉലുവ ചേരുന്നുണ്ട്, ഉലുവയുടെ എക്സ്ട്രാക്ട്. അതുകൊണ്ടാണ് ഈ കുടൽ ഭാഗത്ത് ഉള്ള കംപ്ലീറ്റ് അഴുക്കും പോയി ക്ലീൻ ആകുന്നത്. ഒന്ന്, വേസ്റ്റ് ഭാഗത്ത് തൂങ്ങി കിടക്കുന്ന കൊഴുപ്പിനെ അലിയിപ്പിച്ച് കളയ്ക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഉലുവയ്ക്കുണ്ട്. ഉലുവ കഴിക്കണം. ഉലുവ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ കൊഴുപ്പിനെയും ഈ സാധനം പുറത്താക്കും. അതുകൊണ്ടാണ് ഇത് വെയിറ്റ് കുറയാൻ സഹായിക്കുന്നത്. ക്ലിയർ? ഉലുവ പല തരത്തിലും ഉപയോഗിക്കാറുണ്ടല്ലോ, നല്ലതാണത്. പിന്നെ ടിനോസ്പോറ കോർഡിഫോളിയ എന്ന് പറയുന്ന ചിറ്റാമൃത് ഇതിനകത്ത് ചേരുന്നുണ്ട്, ഗുഡിച്ചി എന്ന് പറയും. അതുപോലെ ബയോപ്പറിൻ എന്ന് പറഞ്ഞാൽ കുരുമുളക് തോടിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്ട്. ഇതൊരു അഡപ്റ്റോജനിക് ഏജന്റ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കഴിച്ച സാധനം മുഴുവൻ ശരീരത്തിലേക്ക് അത് മുഴുവനായിട്ട് ആഗിരണം ചെയ്യാനുള്ള ശേഷിയെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ബയോപ്പറിൻ എന്ന് പറയുന്ന ഈ ഒരു ഘടകം. കുരുമുളക് തോടിൽ നിന്ന് എടുക്കുന്നതാണിത്. ഇതും ഇതിനകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മോർ പവർ എന്തിനൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസിന് നല്ലതാണ്, അൾസറിന് നല്ലതാണ്, സ്ട്രോക്കിന് നല്ലതാണ്, എപ്പിലെപ്സി അഥവാ അപസ്മാരത്തിന് നല്ലതാണ്, ലിവർ പ്രോബ്ലത്തിന് നല്ലതാണ്, BP, കിഡ്നി പ്രോബ്ലം, ക്യാൻസർ, ബ്രെയിൻ ഇഞ്ചുറി, ഡെന്റൽ പ്രോബ്ലം, ആസ്മ, സ്കിൻ പ്രോബ്ലം, പാർക്കിൻസൺസ്, ജോയിന്റ് പെയിൻ, അൽഷിമേഴ്സ്, ഹാർട്ട് പ്രോബ്ലം, ഗാസ്ട്രിക് പ്രോബ്ലം, എക്സിമ, അതുപോലെ ഡോൺ സിൻഡ്രം, യൂറിക് ആസിഡ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ഐ പ്രോബ്ലം, ആർത്രൈറ്റിസ്, ഫൈബ്രോയിഡ്സ്, റുമാറ്റിസം, ബാക്ക് പെയിൻ, സ്പൈനൽ കോഡ് ഇഞ്ചറി, ആന്റി സ്ട്രെസ്, അതുപോലെ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം, പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ്, ഹെമറോയിഡ്സ്, അതുപോലെ പൂർ മെമ്മറി, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാം? മോർ പവർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ക്ലിയർ? ഇതിനൊക്കെ നല്ലതാണ്, വരാതിരിക്കാൻ നല്ലതാണ്, പോഷകം കൊടുക്കാൻ നല്ലതാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി കാർഡിയാക് ഹെൽത്തിന് ഗുണം ചെയ്യുന്നു, ബ്രെയിൻ ഫംഗ്ഷന് ഗുണം ചെയ്യുന്നു, കിഡ്നി ഫംഗ്ഷന് ഗുണം ചെയ്യുന്നു, ലിവർ ഡീടോക്സിഫിക്കേഷൻ ഗുണം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കലുകളൊക്കെ, പെസ്റ്റിസൈഡുകളും കെമിക്കലുകളൊക്കെ നമ്മുടെ ലിവറിൽ പോയിട്ട് അതിങ്ങനെ അടിഞ്ഞു നിൽക്കും. അപ്പൊ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യും. വിഗർ, വിറ്റാലിറ്റി, അത് കൂടുതൽ വിഗറും വിറ്റാലിറ്റിയും കൊടുക്കാൻ സഹായിക്കുന്നു. സെക്ഷൽ വെൽനെസ്സിന് വളരെ നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും മൂഡും നമുക്ക് കിട്ടുന്നു. ഒരു ദിവസം 2 ഗ്രാം വെച്ച് 2 നേരം കഴിക്കാം. ചില കേസുകളിൽ നമുക്ക് രാത്രിയിൽ 3 ഗ്രാമൊക്കെ കൊടുക്കാം. ഇൻഫെർട്ടിലിറ്റി കേസസിനൊക്കെ അത് വളരെ നല്ലതാണ്. വന്ധ്യത അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും മേജർ പ്രോബ്ലം ഏജിന് ഒരു 14 വയസ്സ് മുതലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ 14 വയസ്സുള്ള ആളുകൾക്കൊക്കെ ഒരു ചെറിയ കുരുമുളകിന്റെ അത്ര കൊടുത്താൽ മതി, വളരെ ചെറിയ അളവിൽ കൊടുത്താൽ മതി. കുട്ടികൾക്കൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇനി ഇത് അളവിൽ കൂടുതൽ കഴിച്ചാൽ, ഞാനിത് വീണ്ടും പറയുന്നത് 2 ഗ്രാം വെച്ച് 2 നേരമേ കഴിക്കാവൂ. ഞാൻ എന്റെ പൈസക്ക് ഞാൻ വാങ്ങിയ മോർ പവർ ഞാൻ എത്ര പിടിക്കും എന്നുള്ളത് ആർക്കെ തീരുമാനിക്കണ്ട എന്ന് പറയണ്ട, കഴിച്ചോളൂ, ഒരു പ്രോബ്ലം അല്ല. അപ്പൊ 5 ഗ്രാം 10 ഗ്രാം ഒക്കെ കോരി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലേഷൻ കൂടും. സ്റ്റിമുലേഷൻ എന്നുണ്ടെങ്കിൽ ഉത്തേജനം കൂടും, വെറുതെ ആവശ്യമില്ലാത്ത പണി. പിന്നെ ഒന്ന് വയറിളക്കി പോകും, വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഡേഞ്ചർ വിഷയങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ പ്രാന്താവും. അപ്പൊ അതിന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. 2 ഗ്രാം വെച്ച് 2 നേരം കഴിച്ചാൽ മതി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് 2 ഗ്രാം രാവിലത്തെ അലിയിച്ച് കഴിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. ഓക്കെ? പാല് കഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. പാല് ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. പാല് തന്നെ അതൊരു സസ്തനി അതിന്റെ കുട്ടിക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. വെറുതെ അത് കൊടുക്കാൻ നമ്മൾ വാങ്ങി കുടിക്കാൻ പാടില്ല. പാല് കുടിക്കാൻ പാടില്ല. പിന്നെ നിർബന്ധമുള്ളവർ കഴിക്കാട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. രാവിലെ വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ 2 ഗ്രാം കഴിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കും. ഇത്രയും ചെയ്യാനുള്ളൂ. ഇതിന്റെ നോർമൽ ഡോസേജ് എന്ന് പറയുന്നത്. ഓക്കെ? ഞാൻ പറഞ്ഞ ചില കൂടുതൽ പ്രശ്നമുള്ള ആളുകൾ, ബലഹീനതയുള്ള ആളുകൾ, കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് 3 ഗ്രാം രാത്രി കഴിക്കാം. ഒരു ദിവസം 5 ഗ്രാം വരെ കഴിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സൈഡ് എഫക്റ്റ് കൊണ്ട് ആണോ ഇത് കൂടുതൽ കഴിക്കുക? അതുകൊണ്ടല്ല, സൈഡ് എഫക്റ്റ് ഇതിനില്ല.
സ്റ്റിമുലേഷൻ കൂടും. അതാണ് ഒരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് അളവിൽ പാകത്തിന് കഴിച്ചാൽ മതി. നമുക്ക് 25 PV, 50 PV, പ്രീമിയം, റെഗുലർ ഒക്കെ നമുക്ക് പാക്കേജ് വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. 6500 വരുന്നുണ്ട്, 10900 വരുന്നുണ്ട്, 6600 വരുന്നുണ്ട്, 11200 വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. സമാനമായ പ്രോഡക്റ്റുമായി മാർക്കറ്റിൽ നമ്മൾ തുലനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് 3 മാസമൊക്കെ ഉപയോഗിക്കാം, ഒരു വാങ്ങിച്ചാൽ. എന്നാൽ പല കമ്പനിയുടെ ഇതുപോലുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 3 മാസത്തിന് ഇതിനേക്കാൾ എമൗണ്ട് വരുന്നുണ്ട്. അതാണ് എൻ്റെ കണക്ക്. ക്ലിയർ? പിന്നെ ഇതിൽ കുഞ്ഞു ചെറിയ പാക്കേജ് വരുന്നുണ്ട് കേട്ടോ. 300 ഗ്രാമിൻ്റെ അതുപോലെ ചെറിയ 30 ഗ്രാമിൻ്റെ പാക്കേജ് വരുന്നത്. ഇത് എന്തിനാണെന്ന് അറിയാം? ഈ 30 ഗ്രാമിൻ്റെ പാക്കേജ് വെറുതെ ആളുകൾക്ക് ഫ്രീ കൊടുക്കരുത്. ഇത് പൈസക്ക് കൊടുക്കണം. ഇല്ല, ചെറിയ 30 ഗ്രാമിൻ്റെ 1500 രൂപയ്ക്ക് വേണം വിൽക്കാൻ. വെറുതെ കൊടുക്കരുത്. വെറുതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുണമില്ലാതെ പോകും. അപ്പോൾ 1500 റുപ്യ കിട്ടിയ ഒരു സാധനം അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ ഗുണം, അവരത് കഴിയുമ്പോഴേക്ക് പുതിയ പാക്കേജിന് ഓർഡർ തരും. അത് 100% റിസൾട്ട് 100% ആണെന്ന്. അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഉപയോഗിച്ചോ റിസൾട്ട് കിട്ടും, ആള് ഓർഡർ തരും ചെയ്യും. ഇനി നമ്മുടെ അങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോകണം. ക്ലിയർ? പിന്നൊരു കാര്യം കേട്ടോ, നമ്മുടെ ഈ പ്രോഡക്റ്റ്, ഈ മാട്രസ് പാഡും നമ്മുടെ പ്രോഡക്റ്റും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇത് മാട്രസ് പാഡൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മോർ പവർ കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയോ, സൂപ്പർ ആയിട്ടോ. ക്ലിയർ? കാരണം എന്താ അറിയോ, ഒന്ന് എക്സ്റ്റേണൽ ആണ്, ആണോ? ആ എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഹീലിംഗ് കൊടുക്കുന്നു. ഇത് ഇന്റേണൽ ആണ്, ഇന്റേണൽ ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഹീലിംഗ് കൊടുക്കുന്നു. അപ്പൊ ന്യൂട്രീഷന്റെ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മൾ നല്ല എനർജറ്റിക് ആയി, യങ് ആയി, നല്ല പവറായിട്ട് നിലനിൽക്കും. പ്ലസ് മാഗ്നറ്റിക്, നമ്മുടെ ആൽക്കലൈൻ മിഷന്റെ വാട്ടർ കൂടി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിയോ. 1 ഓക്സിജൻ, 2 ന്യൂട്രീഷൻ, 3 ബ്ലഡ്, അല്ല നമ്മുടെ ആൽക്കലൈൻ വാട്ടർ. ആൽക്കലൈൻ വാട്ടർ നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാൻസർ വരാതിരിക്കാനൊക്കെ വേണ്ടി വളരെ നല്ലതാണ്. ഇത് 3 കൂടി ചേരുമ്പോഴല്ലോ, വെള്ളവും ഓക്സിജനും ന്യൂട്രീഷനും കൂടി ചേരുമ്പോൾ ഒരു ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഇതും ഇത് 3ലേക്ക് നമ്മുടെ കമ്പനി എത്തിപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചോളൂ. അപ്പൊ കൂടുതൽ ചിത്രീകരണത്തിന്റെ ആവശ്യമില്ല. താങ്ക് യു. ഓക്കെ, മോർ പവർ ഉപയോഗിക്കുക. അപ്പൊ വീണ്ടും കാണാം കൂടുതൽ ശക്തിയോടെ. താങ്ക് യു.